ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പം ഇത് പേര് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. 2025 സ്റ്റേജ് 1 ഹിസ്റ്ററി ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ ക്ലാസ് 2 നമ്മുടെ ഒരു പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ ഒന്ന് കട്ടായി പോയി. ഓക്കെ, പിന്നെ റെക്കോർഡിങ് ചെയ്യാൻ പറ്റിയില്ല. നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ ക്ലാസ് 2ൻ്റെ പാർട്ട് 1 എന്നുണ്ട്, അതൊന്നും കാണണം. അതേപോലെ ഹിസ്റ്ററി ഡിസ്കഷൻ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, അതും ഒന്ന് കാണണം. അത് രണ്ടും കണ്ടതിന് ശേഷമായിരിക്കണം ഈ ക്ലാസ് കാണേണ്ടത്. എങ്കിൽ മാത്രമാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, സോ ഇതിൻ്റെ PDF-ഉം ഡിഗ്രി ലെവലിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം @കിരൺ സ്റ്റഡി സർക്കിൾ 123 എന്ന് പറഞ്ഞൊരു ടെലിഗ്രാം ചാനലുണ്ട്, അതിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇത് ഗ്രൂപ്പാണ് @കിരൺ സ്റ്റഡി സർക്കിൾ എന്ന് പറയുന്നത്. ഇതിലേക്ക് കമന്റ് എല്ലാം ചെയ്യാൻ പറ്റും. പൊതുവേ നമ്മൾ 10th +2 അങ്ങനെയുള്ള എക്സാംസിനുള്ള കാര്യങ്ങളെല്ലാം ഈ ഗ്രൂപ്പിലാണ് ഇടാറുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഇതിന്റെ എല്ലാ ക്ലാസ്സിന് സമയത്തും ഇത് പറയേണ്ട കാര്യമാണ്. ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ, ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടാവുമല്ലോ. ഓക്കെ, സോ ഇത് ഡിഗ്രി പ്രിലിം സ്റ്റേജ് 2025 സ്റ്റേജ് 1ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹിസ്റ്ററി ഭാഗത്തു നിന്നാണ്. അപ്പോൾ മോഡേൺ മിഡീവൽ കേരള ഇന്ത്യൻ വേൾഡ് ഹിസ്റ്ററി, അതിൻ്റെ PYQs, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാക്സിമം റിലേറ്റഡ് കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് കാണുന്നതിന് മുമ്പ് പാർട്ട് 1ഉം ക്ലാസ് 2ന്റെ പാർട്ട് 1ഉം കണ്ടിട്ട് വരിക, എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരുന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു: വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ദ റിസൾട്ട് ഓഫ് റിവോൾട്ട് ഓഫ് 1857? ഓക്കെ, അപ്പൊ താഴെ പറയുന്നതിൽ ഏതാണ് 1857 കലാപത്തിന്റെ ഫലമായിട്ട് ഉണ്ടായത്? ഓക്കെ, 1 സെക്കൻഡ്. കലാപത്തിന്റെ ഫലമായിട്ട് ഉണ്ടായത്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1: ബ്രിട്ടീഷ് പാർലമെന്റ് ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യ ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തു. ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന ഓഫീസ് സൃഷ്ടിക്കപ്പെട്ടു. സാമുദായിക പ്രാതിനിധ്യവും ഡയറാർക്കിയും നിലവിൽ വന്നു. ഇതാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താ പറയാ, ഓപ്ഷൻ സി ആയിരുന്നു. ഇനി നമ്മൾ നോക്കിയ കാര്യങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് ഇന്നത്തെ കാര്യത്തിലേക്ക് വരാം. ഓക്കെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് 1600-ലാണ്. ഇതൊരു ചാർട്ടർ ആക്ട് മുഖാന്തരമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചാർട്ടർ കൊടുത്തത് ബ്രിട്ടീഷിലെ രാജ്ഞിയാണ്. പക്ഷെ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പൈസ കൊടുക്കുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി നമ്മുടെ ബ്രിട്ടീഷ് പാർലമെന്റ് ആണ്. അപ്പൊ ബ്രിട്ടീഷ് പാർലമെന്റിന് ഈ കമ്പനിയെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി അവർ 1773 റെഗുലേറ്റിംഗ് ആക്ട് ഉണ്ടാക്കുന്നു. ഇതിന്റെ ഫലമായിട്ട് വാറൻ ഹേസ്റ്റിങ്സിനെ ഗവർണർ ജനറൽ ആക്കി മാറ്റുന്നു. ചാർട്ടർ 20 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓക്കെ, പിറ്റ്സ് ഇന്ത്യ ആക്ട് പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്ന ആക്ഷൻ എന്ന് വെച്ചാൽ വാറൻ ഹേസ്റ്റിങ്സിനെ റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് കമ്പനിയിൽ ഡ്യുവൽ സിസ്റ്റം കൊണ്ടുവരുന്നു. ബോർഡ് ഓഫ് കൺട്രോളും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും. ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് 6 പേരുള്ളതാണ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ബോർഡ് പ്രസിഡന്റ് ആണ്. ചാൻസലർ ഓഫ് എക്സ്ചക്കർ ഉണ്ട്, അതായത് ഖജനാവിന്റെ ചാൻസലർ ഉണ്ട്. 4 പ്രിവി കൗൺസിലേഴ്സ് ഉണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡ്യുവൽ സിസ്റ്റം ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് പ്രകാരം കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് കമ്പനിയെ റെപ്രസെന്റ് ചെയ്യും. ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് കമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ആയിരിക്കും, അതായത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരായിരിക്കും. ബോർഡ് ഓഫ് കൺട്രോൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ബിസിനസ് എല്ലാം ചെയ്യുന്നവരായിരിക്കും. ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നവരായിരിക്കും. ഓക്കെ, അങ്ങനെ 20 വർഷം കഴിഞ്ഞു. ചാർട്ടർ ആക്ട് 1793. ഈ 1793 എന്ത് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ, കമ്പനിയുടെ ഫങ്ഷൻസ് എല്ലാം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ എന്താ പറയുക അനുമതിയോടെയാണ് ചെയ്യേണ്ടത്. ബ്രിട്ടീഷ് ഗവൺമെന്റിന് പകരമായിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ ചാർട്ടർ ആക്ട് 1813 വന്നു. അതിലൂടെ എന്താ പറയാ, ക്രൗൺ ആണ് ഇവിടെ എല്ലാം ചെയ്യാൻ പോകുന്നത്. രാജാവിനാണ് ഇവിടെ അധികാരമുള്ളതെന്ന് പറഞ്ഞു വന്നു. കമ്പനിയുടെ കമേഴ്ഷ്യൽ ആക്ടിവിറ്റി നിർത്തി. ചൈനയിലേക്കുള്ള ടീയും ഒപ്പിയവും മാത്രം കൊടുക്കാനുള്ള അധികാരം കൊടുത്തു. അങ്ങനെ 1833 വന്നു. ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കി. ലോർഡ് വില്യം ബെനഡിക്ട് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിട്ട് മാറി. കമ്പനിയുടെ കമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. അതിലൂടെ കമ്പനിയെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ആയിട്ട് മാത്രം എന്ത് ചെയ്ത് മാറ്റി. കമ്പനിയുടെ ചൈന ലിങ്ക് എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. എന്നിട്ട് ഇന്ത്യ ബ്രിട്ടന്റെ കോളനി ആയിട്ട് മാറി. ചാർട്ടർ എന്ത് ചെയ്തു? എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, അങ്ങനെ 1853 വന്നു. ചാർട്ടർ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല.
ലോർഡ് ഡൽഹൌസി ആയിരുന്നു ആ സമയത്ത് എന്ത് ഗവർണർ ജനറൽ എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് സതി ബാനിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് 1582 നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കട്ടായത്. ഓക്കെ, ഇതുവരെയാണ് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് ഇന്ന് സതി ബാനിങ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ പറയുന്ന കാര്യം 1853 ചാർട്ടർ ആക്ട് ഉണ്ട്. അപ്പൊ 1853 ശേഷം 4 വർഷം 54, 55, 56, 57 4 വർഷം കഴിഞ്ഞപ്പോഴേക്ക് നമുക്ക് എന്ത് കിട്ടി? ഒന്നാം സ്വാതന്ത്ര്യ സമരം കിട്ടി. അതിനുശേഷമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് കിട്ടുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ അതെല്ലാം ഒന്ന് റിവൈസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് എന്തുണ്ടായത്? 1857 വിപ്ലവം ഉണ്ടായത് എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സതി ബാനിങ്, സതി നിരോധനത്തിലൂടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അടുത്ത ഡൗട്ട് എല്ലാവർക്കും, സാർ ഓക്കെ, ഈ സതി നിരോധനവും 1857 വിപ്ലവവും തമ്മിൽ എന്താ ബന്ധം? 1857 വിപ്ലവത്തിൽ റിലീജിയസ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് റിലീജിയനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതിലുള്ള കാര്യമാണ് സതി. സാർ അത്ര മനസ്സിലായില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. അങ്ങനെ December 4, 1829 വന്നു. ബംഗാളില് സതി റെഗുലേഷൻ ആക്ട് കൊണ്ടുവന്നു. സതി റെഗുലേഷൻ ആക്ട് കൊണ്ടുവന്നത് റെഗുലേഷൻ 17 ആയിട്ടാണ് 1829 കൊണ്ടുവന്ന ആളുടെ പേരാണ് ലോർഡ് വില്യം ബെൻഡിക്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പൊ സതി എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഭർത്താവ് മരിച്ചുപോയ സ്ത്രീകളെ ജീവനോടെ കത്തിക്കുന്ന ഒരു പ്രാകൃതമായ രീതിയാണ് സതി എന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ എക്സ്ട്രാ ആയിട്ട് പഠിക്കേണ്ട കാര്യം കത്തിക്കുക മാത്രമല്ല, അവരെന്ത് ചെയ്യാൻ പറ്റും? കുഴിച്ചിടാനും പറ്റും. അപ്പൊ നമ്മുടെ കയ്യിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ആ സ്ത്രീ എന്ത് ചെയ്യാം? കത്തിക്കാം, അല്ലെങ്കിൽ ആ സ്ത്രീ എന്ത് ചെയ്യാം? ജീവനോടെ കുഴിച്ചിടാം. രണ്ടിലും കോമൺ ആയിട്ടുള്ള ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യണം? ആക്ച്വലി അവരെ ജീവനോടെ വേണം ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും? അതിനെതിരെ കേസ് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ചെയ്യാൻ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കേസ് കൊടുക്കാൻ പറ്റും. എവിടെ പോയിട്ടാ കേസ് കൊടുക്കുക? ക്രിമിനൽ കോർട്ടിൽ പോയിട്ടാണ് കേസ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആരാണ് സാർ ക്രിമിനൽ കോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? ബ്രിട്ടീഷുകാരാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഇത് എന്താക്കി മാറ്റി? ഒരു ക്രിമിനൽ ഒഫൻസ് ആക്കി മാറ്റി. അതോടെ ഇല്ലീഗൽ ആക്കി മാറ്റി. ഈ സതി ആരെങ്കിലും ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, അവർക്കെതിരെ ഒരു കംപ്ലൈന്റ് കിട്ടുകയാണെങ്കിൽ ആ സതി ചെയ്യുന്ന ആൾക്ക് ശിക്ഷ കിട്ടുമോ? കിട്ടും. എവിടെന്നാ കിട്ടുക? ക്രിമിനൽ കോർട്ടിൽ നിന്നാണ് കിട്ടുക. ക്രിമിനൽ കോർട്ട് ആരാ ഉണ്ടാക്കിയിരിക്കുന്നത്? ബ്രിട്ടീഷുകാരാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ നവോത്ഥാന നായകന്റെ പേരെന്താ? രാജാറാം മോഹൻ റോയ് ആണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള നവോത്ഥാന നായകൻ. അങ്ങനെ സർ, അപ്പോ രാജാറാം മോഹൻ റോയ്ക്ക് മുമ്പ് ആരും പ്രവർത്തിച്ചിട്ടില്ലേ? ഉണ്ടല്ലോ. മുഗൾ രാജവംശം 1582 അക്ബർ എന്ന് പറഞ്ഞിട്ടൊരു രാജാവ് ഉണ്ടായിരുന്നു. മുഗൾ രാജവംശത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജാവാണ് അക്ബർ എന്ന് പറയുന്നത്. മുഗൾ രാജവംശത്തിൽ മാത്രമല്ല, ഡൽഹി സുൽത്താനേറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവാണ് അക്ബർ എന്ന് പറയുന്നത്. ഇനി ഡൽഹി സുൽത്താനേറ്റിൽ മാത്രമല്ല, ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവാണ് അക്ബർ എന്ന് പറയുന്നത്. വൺ ഓഫ് ദ പ്രധാനപ്പെട്ട രാജാവ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സമയത്ത് അദ്ദേഹം ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം കണ്ടു എന്ത്? ഒരു സ്ഥലത്ത് ഒരു സ്ത്രീയെ എന്ത് ചെയ്യുന്ന ആക്ച്വലി ഇങ്ങനെ ജീവനോടെ കത്തിക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്യുന്നത്. അത് കണ്ടുകൊണ്ടാണ് അക്ബറും തോന്നി, ഇതെന്ത് പരിപാടി, ഇങ്ങനൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീയെ നമുക്ക് എന്ത് ചെയ്യണം? രക്ഷിക്കണം. അപ്പൊ അക്ബറിന്റെ കൂടെ ഉണ്ടായിരുന്ന മന്ത്രിമാർ അദ്ദേഹത്തോട് പറഞ്ഞു, സാർ ഇങ്ങനെ സ്ത്രീ രക്ഷിച്ചുകൊണ്ട് കാര്യമില്ല. ആ സ്ത്രീക്ക് പിന്നെ തിരിച്ചെന്ത് ചെയ്യാൻ പറ്റില്ല? അവരുടെ വീട്ടിലേക്കോ നാട്ടിലേക്കോ പോകാൻ പറ്റില്ല. ആരും എന്ത് ചെയ്യില്ല? അവരെ എടുക്കില്ല. നോ പ്രോബ്ലം. ഓക്കെ അല്ലേ? നമുക്ക് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാം. റീഹാബിലിറ്റേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? പുതിയൊരു സ്ഥലത്ത് താമസിപ്പിക്കാം. എവിടെയാ താമസിപ്പിക്കുക? അതിനുവേണ്ടി അവർക്ക് നമുക്ക് ലാൻഡ് ഗിഫ്റ്റ് ചെയ്യാം. സാർ ഇനി അവർ താമസിച്ചു അവിടെ, അവർക്ക് എന്ത് ജോലി അറിയാം? നോ പ്രോബ്ലം. അവർക്ക് എന്ത് കൊടുക്കാം? പെൻഷൻ കൊടുക്കാം. അപ്പൊ അദ്ദേഹം പറഞ്ഞ 3 കാര്യങ്ങൾ എന്താ? ഒന്ന് പെൻഷൻ കൊടുക്കും, അതായത് പൈസ കൊടുക്കും. ഗിഫ്റ്റ് കൊടുക്കും, എന്തെങ്കിലും ലാൻഡ്, എന്തെങ്കിലും സ്ഥലം കൊടുക്കും. റീഹാബിലിറ്റേഷൻ, അവർക്ക് അവിടെ എന്ത് ചെയ്യാവുന്നതാണ്? താമസിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ വിഡോയ അവർക്ക് അവരുടെ വീട്ടിൽ പോകാതെ എന്ത് ചെയ്യാൻ പറ്റും? പുതിയ സ്ഥലത്ത് താമസിക്കാൻ പറ്റും. ജീവനോട് അവർ കിട്ടി. ഈ പ്രാക്ടീസ് നിർത്താൻ വേണ്ടി ശ്രമിക്കാൻ പറ്റുമോ? പറ്റും. അങ്ങനെ ശ്രമിച്ച ഒരു രാജാവിന്റെ പേരാണ് അക്ബർ എന്ന് പറയുന്നത്. അക്ബറിനും മുമ്പ് അക്ബർ 1582 1582 ഇവിടെ എന്താ ഉള്ളത്? 1515 1515 1515 അൽഫോൺസോ ഡി അബൂക്കർക്ക് എന്ത് ചെയ്തു? ആക്ച്വലി ഒരു പോർച്ചുഗീസ് വൈസ്രോയ് ആയിരുന്നു. അദ്ദേഹം ഗോവയിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അൽഫോൺസോ ഡി അബൂക്കർ ഗോവയിൽ ഉണ്ടായിരുന്ന അദ്ദേഹം 1515 എന്ത് ചെയ്തു? സതി ബാൻ ചെയ്തു. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് സതി ബാൻ ചെയ്യുന്ന വ്യക്തിയുടെ പേരാണ് അൽഫോൺസോ ഡി അബൂക്കർക്ക്. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അപ്പൊ സതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ മനസ്സിലായി.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത ചോദ്യം നിങ്ങളോട്, ഈ ലോർഡ് വില്യം ബെനഡിക്ട് എന്ന് പറയുന്ന വ്യക്തി ഒരു ഇംഗ്ലീഷുകാരനല്ലേ? അതെ. രാജാറാം മോഹൻ റോയ് ഇന്ത്യക്കാരനല്ലേ? അതെ. ഇപ്പൊ എന്താ പറയാൻ വരുന്നത്? റിലാക്സ് കേക്ക്. ഓക്കെ, രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരൻ പോയി ഉടനെ ബ്രിട്ടീഷുകാരനായ ലോർഡ് വില്യം ബെനഡിക്ട് പോയിട്ട് സതി നിരോധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ നിരോധിക്കാൻ വേണ്ടി വില്യം ബെനഡിക്ട് തയ്യാറാവണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവുമല്ലോ. ഓക്കെ, ദർ ഈസ് നോ ഫ്രീ ഫുഡ് എന്നാണ് ചൊല്ല്. എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ടുള്ള ഭക്ഷണമില്ല. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? തിരിച്ചെന്തെങ്കിലും വേണം. ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണ് പഴഞ്ചൊല്ല് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങോട്ട് എന്താ വന്നത്? ഹിന്ദു റിലീജിയനില് എന്ത് നിർത്തലാക്കി? ഒരു അനാചാരം നിർത്തലാക്കി. ഓക്കെ, ഇത് എന്തുകൊണ്ട് എങ്ങനെ ചെയ്യാൻ കാരണം? വില്യം ബെനഡിക്ട് എന്ന് പറയുന്ന വ്യക്തി ഹ്യൂമണിസ്റ്റ് മൂവ്മെന്റിന്റെ പാർട്ടായിരുന്നു. ഇനി എന്താണ് ഈ ഹ്യൂമണിസ്റ്റ് മൂവ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായ കാര്യമാണ്. യൂറോപ്പിൽ ഉണ്ടായ ഒരു മൂവ്മെന്റിന്റെ പേരാണ് ഹ്യൂമണിസ്റ്റ് മൂവ്മെന്റ്. എല്ലാവരും മനുഷ്യന്മാരാണ്, എല്ലാവർക്കും എന്ത് കൊടുക്കണം? ഈക്വൽ റൈറ്റ്സ് കൊടുക്കണം എന്ന് പറയുന്ന ഒരു മൂവ്മെന്റിന്റെ പേരാണ് ഹ്യൂമണിസ്റ്റ് മൂവ്മെന്റ്. അപ്പൊ നിങ്ങൾക്ക് വരാവുന്ന സ്വാഭാവികമായ ഡൗട്ട്, സാർ അപ്പൊ ഇതിനു മുമ്പ് ആളുകൾ ഈക്വൽ അല്ലേ, അവരെ എന്താ മനുഷ്യന്മാരായിട്ട് കണക്കാക്കിയിട്ടില്ലേ? ഇല്ല മക്കളെ, ഇല്ല. ഒരു രാജാവുണ്ട്, രാജാവിന്റെ കുറെ ശിങ്കിടിമാരുണ്ട്, പിന്നെ രാജാവിന് കുറെ ഫ്യൂഡൽ ലോഡ്സ് ഉണ്ട്. ഫ്യൂഡൽ ലോഡ്സ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? രാജാവിന്റെ കീഴില് ഭൂവുടമ, ജന്മി എന്ന് നോർമൽ മലയാളത്തിൽ പറയും, അവരുണ്ട്. ഓക്കെ, അവരാണ് ഈ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവരെന്താ? മൃഗങ്ങൾക്ക് തുല്യരാണ്. അവരെ കൊണ്ട് എത്ര മണിക്കൂർ വേണമെങ്കിലും പണിയെടുപ്പിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അതെല്ലാം ചെയ്യാവുന്ന കാര്യമാണുള്ളത്. കറക്റ്റ് അല്ലേ? അതെ. അപ്പൊ വില്യം ബെനഡിക്ടിന്റെ കാലഘട്ടത്തിൽ എന്ത് വന്നു? എല്ലാവരും ഈക്വൽ ആണെന്ന് വന്നു. അതെങ്ങനെയാ സാർ ഇങ്ങനൊരു മൂവ്മെന്റ് വരാനുള്ള കാരണം ഉണ്ടായിരുന്നേ? അവിടെ പോയിന്റ് നമ്പർ 3 നോക്കുക. അവിടെ രണ്ട് സംഭവം ഉണ്ടായി. ഒന്നിന്റെ പേര് എൻലൈറ്റൻമെന്റ്, ഒന്നിന്റെ പേര് റെനിസൻസ്. ഓക്കെ, റെനിസൻസ് എന്ന് വെച്ചാൽ എന്താ? നവോത്ഥാനം. അപ്പൊ എന്താണ് ഈ എൻലൈറ്റൻമെന്റ് എന്ന് നോക്കാം. എൻലൈറ്റൻമെന്റ് ഇല്ലെങ്കിൽ എന്തില്ല? നവോത്ഥാനമില്ല, റെനിസൻസ് ഇല്ല. അപ്പൊ എൻലൈറ്റൻമെന്റ് എന്ന് വെച്ച വാക്കിന്റെ അർത്ഥം എന്താണ്? ആക്ച്വലി ഒരു ദിവസം രാവിലെ നിങ്ങളുടെ തലയിൽ ഒരു ലൈറ്റ് ബൾബ് കത്തും. ലൈറ്റ് ബൾബ് കത്തിയാൽ എന്താ? ബുദ്ധി, അതായത് എന്തോ ഒരു ഐഡിയ വന്നു എന്നാണല്ലോ അർത്ഥമുള്ളത്. അപ്പൊ ഒരു ഐഡിയ വരും. എന്താണ് ഐഡിയ? ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ എന്തിനാ ജീവിക്കുന്നത്, അങ്ങനെയുള്ള ഒരു ഐഡിയ. ഓക്കെ, നീയൊക്കെ എന്തിനാ ജീവിക്കുന്നത്, ഓക്കെ എന്നല്ല. അതായത് എൻ്റെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്, ഞാനൊരു രാജാവിന് അടിമപ്പണി ചെയ്യാനാണോ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് ചുറ്റുപാടുമുള്ളതിനെ വൈ, എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലമാണെന്ത്? എൻലൈറ്റൻമെന്റ്. ഓക്കെ, നമ്മുടെ സ്വന്തം മനസ്സിനെക്കുറിച്ച് മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പുതുതായി ജനിക്കും. അതുവരെ ഉള്ള കിരണല്ല കിരൺ, അതുവരെ ഉള്ള അരുണല്ല അരുൺ. അപ്പൊ കിരണും അരുണും എന്ത് ചെയ്യും? പുതുതായി ജനിക്കും. അങ്ങനെ ജനിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരാണ് റെനിസൻസ് അല്ലെങ്കിൽ നവോത്ഥാനം. അപ്പൊ റെനിസൻസ് അല്ലെങ്കിൽ നവോത്ഥാനത്തിന്റെ അർത്ഥമാണെന്ത്? റീബർത്ത്, പുതുതായി ജനിക്കാൻ പോവുകയാണ്. അപ്പൊ എന്റെ മക്കളെ, എൻലൈറ്റൻമെന്റ് ഇല്ലെങ്കിൽ റെനിസൻസ് ഇല്ല കേട്ടാ. ഈ പരിപാടിയെല്ലാം നടന്ന എവിടെയാണ്? യൂറോപ്പിലാണ് കേട്ടാ. ഓക്കെ അല്ലെ? അപ്പൊ 3 സ്റ്റെപ്പാണ്. 1, എൻലൈറ്റ്മെന്റ് നടക്കണം. 2, റെനിസൻസ് ഉണ്ടാവണം, നവോത്ഥാനം ഉണ്ടാവണം. ഓക്കെ, മൂന്നാമത്തെ സംഭവത്തിന്റെ പേര് എന്താണ്? ഹ്യൂമണിസ്റ്റിക് മൂവ്മെന്റ്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യും? എല്ലാവരും ഈക്വൽ ആണ്. ഒരാൾ വലുതല്ല, വേറൊരാൾ ചെറുതല്ല എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും? മൂവ്മെന്റ് ഉണ്ടാവും. ആ മൂവ്മെന്റിന്റെ പേരാണ് ഹ്യൂമണിസ്റ്റിക് മൂവ്മെന്റ്. ആ മൂവ്മെന്റിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ പേരാണ് വില്യം ബെനഡിക്ട്. ഓക്കെ, അതുകൊണ്ടാണ് വില്യം ബെനഡിക്ട് എന്ത് ചെയ്തത്? രാജാറാം മോഹൻ റോയ് വന്ന ഉടനെ സതി നിരോധിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? സതി നിരോധിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഈ കാര്യമൊക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഓക്കെ അല്ലേ? കൺസിഡറിംഗ് ഫാക്ട് റിലേറ്റഡ് ടു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് റിഫോംസ്. ഒരു ഡിഗ്രി പ്രിലിംസ് 2024 ചോദിച്ച ക്വസ്റ്റൻ ആണ്. 1, ഡിസംബർ 4, 1829. ഒന്ന് ഇംഗ്ലീഷ് വായിക്കുക അല്ലെങ്കിൽ മലയാളത്തിൽ വായിക്കുക. ശരി, ഇംഗ്ലീഷ് വായിക്കാം. ഡിസംബർ 4, 1829 ഡിക്ലാറിംഗ് ദ പ്രാക്ടീസ് ഓഫ് സതി ഓർ ബേണിംഗ് ഓർ ബറിയിങ് അലൈവ്. ഓക്കെ, അപ്പൊ സതി എന്ന് വെച്ചാൽ ബേണിംഗ് ആണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ നമ്മൾ എന്തും കൂടി കൊടുത്തിട്ടുണ്ട്? ബറിയിങ് അലൈവ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഡിസംബർ 4, 1829 ഡിക്ലയറിംഗ് ദ പ്രാക്ടീസ് ഓഫ് സതി ഓർ ബേണിംഗ് ഓർ ബറിയിങ് അലൈവ് ദ വിഡോസ് ഓഫ് ഹിന്ദു ഇല്ലീഗൽ ആൻഡ് പണിഷബിൾ ബൈ ദ ക്രിമിനൽ കോഡ്സ് എന്നല്ലേ നമ്മുടെ വില്യം ബെനഡിക്ട് രാജാറാം മോഹൻ റോയുടെ ഐഡിയ പ്രകാരം കൊടുത്തിട്ടുണ്ടായിരുന്നത്? അതെ. അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട്, റെഗുലേഷൻ നമ്പർ എത്രയായിരുന്നു? പറഞ്ഞ എത്രയായിരുന്നു? ആക്ച്വലി 17 ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ട്. ആ കാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് നോക്കാം. ഇത്രയും കാര്യമൊക്കെ അല്ലേ? അതെ. അപ്പൊ ഹ്യൂമണിസ്റ്റ് മൂവ്മെന്റ് കൊണ്ടാണ് സതി നിരോധിച്ചത്, നമുക്ക് മനസ്സിലായി. ഇനി പോയിന്റ് നമ്പർ 1ഉം 2ഉം നമുക്ക് എന്ത് ചെയ്യണം? നോക്കണം. 1, ദേ വാണ്ട് ടു സ്പ്രെഡ് ക്രിസ്ത്യാനിറ്റി. ഓക്കെ, പിന്നെ അവർക്ക് ഹിന്ദു റിലീജിയനിലെ നെഗറ്റിവിറ്റിയെ കുറിച്ച് പറയണം. സാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ
എന്റെ മക്കളെ ബ്രിട്ടീഷുകാർ എവിടെയൊക്കെ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ യൂറോപ്യന്മാർ എവിടെയൊക്കെ പോയിട്ടുണ്ടോ, ആ രാജ്യങ്ങളിലെ റിലീജിയൻ പിന്നീട് എന്തായിട്ട് മാറും? ക്രിസ്ത്യാനിറ്റി ആയിട്ട് മാറും. ഫോർ എക്സാമ്പിൾ, ബ്രിട്ടീഷുകാർ പോയ സ്ഥലം ജപ്പാൻ, ഹോങ്കോങ്, ആഫ്രിക്ക, ഓക്കെ, പിന്നെ എവിടെയാണ്? കാനഡ, പിന്നെ എവിടെയാണ് ആക്ച്വലി ഇന്ത്യ. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ അവർ പോയിട്ടുണ്ട്. ഇതിൽ ഇന്ത്യ ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും എന്തുണ്ടായിട്ടുണ്ടാവും? ക്രിസ്ത്യാനിറ്റിയുടെ വളർച്ച വന്നിട്ടുണ്ടാവും. എങ്ങനെയാ ഒരു റിലീജിയനെ വളർത്തുക? ഓക്കെ, ഇവിടെയുള്ള ആളുകൾക്കിടയിൽ ക്രിസ്ത്യാനിറ്റി വളർത്തണമെങ്കിൽ ഇവിടെയുള്ള ആളുകൾ ക്രിസ്ത്യാനിറ്റിയോട്ട് കൺവേർട്ട് ചെയ്യണ്ടേ? കൺവേർട്ട് ചെയ്യാതെ വളർത്താൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പൊ എങ്ങനെയാ കൺവേർട്ട് ചെയ്യുക? ഒന്നെങ്കിൽ ഒരു തോക്ക് വെച്ചിട്ട് മോനെ നീ കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഞാൻ വെടിവെച്ച് കൊല്ലുന്നു പറയാം. ഓക്കെ, അങ്ങനെ ഒരു രീതി ഉണ്ട്. ഓക്കെ, പക്ഷെ ഇവരെങ്ങനെ ചെയ്യാൻ പോകുന്ന ആക്ച്വലി ഹിന്ദു റിലീജിയനിലെ പ്രശ്നങ്ങൾ പറയും. നിങ്ങളുടെ റിലീജിയൻ നോക്ക്. ഓക്കെ, എന്താ റിലീജിയൻ? ബ്രാഹ്മണരാണ് വലുതുള്ളത്, ബാക്കിയുള്ളവർ മൊത്തം പ്രശ്നക്കാരാണ് എന്നാണ് അവർ പറയുന്നത്. പിന്നെ സതി പോലുള്ള ആചാരങ്ങളുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നമുള്ള റിലീജിയൻ വേണോ, അതോ ഞങ്ങളുടെ റിലീജിയൻ ആയിട്ടുള്ള ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുന്നോ? ഇവിടെ എൻലൈറ്റൻമെന്റ് ഉണ്ട്, റെനിസൻസ് ഉണ്ട്, ഹ്യൂമനിസ്റ്റിക് മൂവ്മെന്റ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, രാജാവും ബ്രാഹ്മണരും നിങ്ങൾ എന്താണ് മൃഗങ്ങൾക്ക് തുല്യമായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ ഹ്യൂമനിസ്റ്റിക് മൂവ്മെന്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറ്റും? നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തുണ്ടാവും? സ്ഥലം ഉണ്ടാവും, സ്വന്തമായി പേരുണ്ടാവും. അതിനേക്കാളും കൂടുതൽ നിങ്ങൾ ഒരു മനുഷ്യനായി കണക്കാക്കും. ഇപ്പൊ ഞാൻ ഈ സാധനങ്ങളൊക്കെ പറഞ്ഞില്ലേ, ഒരു 5 മിനിറ്റ് ഇതൊരു 1.5 മണിക്കൂർ പ്രസംഗമായിട്ട് പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യും? ക്യാൻവാസ് ചെയ്യും. അങ്ങനെ ക്യാൻവാസ് ചെയ്തതിനു ശേഷം എന്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യും? ക്രിസ്ത്യാനിറ്റിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇതാണ് നോർമലി നടക്കാറുള്ള കാര്യം എന്ന് പറയുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൊണ്ടാണ് യൂറോപ്യൻസ് എന്ത് ചെയ്തത്? ഇന്ത്യയിൽ സോഷ്യൽ ചേഞ്ചസ് കൊണ്ടുവന്നത്. അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട്, സതി നിരോധിച്ചു, കറക്റ്റ് അല്ലേ? സതി നിരോധിച്ചപ്പോൾ ഇന്ത്യയിലെ മിക്കവാറും ജനങ്ങൾ, കൂടുതൽ ജനങ്ങൾ, മാക്സിമം ജനങ്ങൾ ഈ സതി നിരോധിച്ചതിനെ അനുകൂലിച്ച, പ്രതികൂലിച്ച? അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ പരിപാടി. ഓക്കെ അല്ലേ? സാറ് ഈ പരിപാടി നടക്കാൻ പറ്റില്ല. അങ്ങനെയല്ല, അവർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, അപ്പൊ അവരെന്ത് ചെയ്തു? അതിനെതിരെ പ്രതികരിച്ചു. ഇൻക്ലൂഡിങ് സ്ത്രീകൾ എന്ത് ചെയ്തു? ഈ സതി നിരോധനത്തിനെതിരെ അവരെന്ത് ചെയ്ത്? പ്രതികരിച്ച്. രാജാറാം മോഹൻ റോയ്ക്ക് സതി നിരോധിക്കാനുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ലണ്ടനിലേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. ലണ്ടനിലേക്ക് രാജാറാം മോഹൻ റോയ് പോയി തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കമ്മ്യൂണിറ്റി എന്ത് ചെയ്ത്? അദ്ദേഹത്തെ പുറത്താക്കി. അദ്ദേഹത്തിന്റെ അമ്മ തന്നെ അദ്ദേഹം എന്ത് പറഞ്ഞു വെച്ചാൽ, ഇദ്ദേഹത്തിന് ബംഗാളിലാണ്, അപ്പൊ ബംഗാളിലാണെങ്കിൽ ചുടൽ അല്ലെങ്കിൽ വിച്ച്, ഓക്കെ അല്ലെ, നമ്മളവിടെ ആണെങ്കിൽ എന്ത് ചെയ്യും? ബാധ കൂടുക എന്ന് പറയും. അങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? പൂജയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോയി. ഓക്കെ, മാക്സിമം സ്ത്രീകൾ എന്ത് ചെയ്തില്ല? ഇതിന് സപ്പോർട്ടും ചെയ്തില്ല. ആകെ പ്രശ്നമായ ആണ്. ഓക്കെ, അപ്പൊ ഇന്ത്യക്കാരായ ആളുകളിൽ മാക്സിമം പേരും എന്തല്ല ഇതിനെ സപ്പോർട്ട് സതി നിരോധനത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, അവര് റിലീജിയസിൽ കയറി ഇടപെടരുത് എന്നാണ് പറയണത്. അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട്, ഓക്കെ, എന്തുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇന്ത്യക്കാർ വേണ്ടാന്ന് പറയുകയും ചെയ്യുന്നുണ്ട്, എന്നാൽ അതിൽ അവർ ഇടപെടുകയും ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ നോക്കാൻ പോകുന്ന പാർട്ടിന്റെ പേരാണ് സോഷ്യൽ പോളിസീസ് ഓഫ് ബ്രിട്ടീഷ് എന്ന് പറയും. ഓക്കെ, മക്കൾ, ഇതൊരു കഥയാണ് കേട്ടോ. ഇതെല്ലാം പറഞ്ഞു ഞാൻ ആ ക്വസ്റ്റ്യനിൽ എത്തും. 1857 വിപ്ലവം എത്തും, 1858 ആക്ട് എത്തും. അപ്പൊ ഇതിന്റെ എല്ലാം എന്തുണ്ടാവുക? റിവിഷനാണ് ഉണ്ടാവുക. അപ്പൊ കഥ നന്നായിട്ട് കേൾക്കണേ. ഓക്കെ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ ബ്രിട്ടീഷുകാര് ഇനീഷ്യലി ഇവിടെ വന്നപ്പോ അവരുടെ സോഷ്യൽ പോളിസി എങ്ങനെയായിരുന്നു? സോഷ്യൽ പോളിസി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സൊസൈറ്റിയിൽ അവരുടെ പോളിസി എങ്ങനെയായിരുന്നു? നോൺ ഇന്റർവെൻഷൻ ആയിരുന്നു അവരുടെ പോളിസി ഉണ്ടായിരുന്നത്. നോൺ ഇന്റർവെൻഷൻ വെച്ച് കഴിഞ്ഞാൽ, ബ്രിട്ടീഷുകാരായ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് വ്യാപാരത്തിന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ എന്താ പറയാ, ഇന്ത്യക്കാരായ ജനങ്ങളുടെ ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ ജാതി മതം റിലീജിയസ് ആക്ടിവിറ്റികളിലോ ഞങ്ങൾ എന്ത് ചെയ്യില്ല? ഇടപെടില്ല. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാക്കിയത് 1600-ലാണ്. 1813 വരെ, അതായത് ഏകദേശം 213 വർഷം ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടില്ല? ഇന്റർവെൻഷൻ ചെയ്തിട്ടില്ല. എന്തിൽ ഇന്റർവെൻഷൻ ചെയ്തിട്ടില്ല? സോഷ്യൽ പോളിസിയിൽ ഇന്റർവെൻഷൻ ചെയ്തിട്ടില്ല. അത്രയും കാര്യം ഓക്കെ ആയ? ആ കാര്യങ്ങൾ ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പോളിസിക്ക് അടിത്തറയിട്ട ഗവർണർ ജനറലിന്റെ പേരാണ് വാറൻ ഹേസ്റ്റിങ്സ്. അദ്ദേഹം ബംഗാളിൽ എന്തായിരുന്നു? ആദ്യത്തെ ഗവർണർ ജനറൽ ആയിരുന്നു. 1773 മുതൽ 1785 വരെ ആയിരുന്നു പുള്ളി എന്തുണ്ടായിരുന്നത്? ഗവർണർ ജനറൽ ആയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയ ഒരു ഐഡിയ ആണ്. ഇന്ത്യക്കാർ എന്ത് ചെയ്തോ? എക്കണോമിക്കലി, അതായത് സാമ്പത്തികമായിട്ട് എത്ര വേണമെങ്കിലും ചൂഷണം ചെയ്തോളൂ, പൊളിറ്റിക്കലി രാഷ്ട്രീയപരമായിട്ട് എത്ര വേണമെങ്കിലും ചൂഷണം ചെയ്തോളൂ. പക്ഷെ ഒരിക്കലും അവരുടെ റിലീജിയസ് ബിലീഫിലോ സോഷ്യൽ കസ്റ്റംസിലോ എന്ത് ചെയ്യാൻ പറ്റില്ല? ടച്ച് ചെയ്യരുത്.
അവരുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളിലും അതേപോലെ അവരുടെ മതപരമായ കാര്യങ്ങളിലും എന്ത് ചെയ്യരുത്, ടച്ച് ചെയ്യരുത് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? വാറൻ ഹേസ്റ്റിങ്സ് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പൊ ഇങ്ങനൊരു പരിപാടിയാണ് പുള്ളി പറഞ്ഞത്. കാരണം ഇന്ത്യയിൽ മതത്തിൽ എപ്പോ ടച്ച് ചെയ്യുന്നോ അപ്പൊ എന്ത് വരും? വലിയ പ്രശ്നം ഉണ്ടാവും. ഈ 2025 ഈ കാലഘട്ടത്തിലും സെയിം സിറ്റുവേഷൻ തന്നെയല്ലേ? അതെ. ഈ സിറ്റുവേഷന് മാറ്റം ഉണ്ടായത് ഇത് 2025 അല്ല. വാറൻ ഹേസ്റ്റിങ്സ് പറഞ്ഞിട്ടുള്ള ഈ റിലീജിയസ് ബിലീഫിലും സോഷ്യൽ കസ്റ്റംസിലും ടച്ച് ചെയ്യരുത് എന്ന് പറയുന്ന കാര്യത്തിൽ മാറ്റം ഉണ്ടായത് 1813 ചാർട്ടർ ആക്ടിലൂടെയാണ്. അതിലെ ബ്രിട്ടീഷുകാർ നോൺ ഇന്റർവെൻഷൻ പോളിസിയെ മാറ്റിയിട്ട് ഇന്റർവെൻഷൻ പോളിസി ആക്കി. ഇനി ഞങ്ങൾ ഇടപെടും, ഓക്കെ അല്ലേ? മോട കണ്ടാൽ ഞങ്ങൾ ഇടപെടും എടാ എന്ന് ആര് പറഞ്ഞ്? നമ്മുടെ രാജമാണിക്യം പറഞ്ഞ പോലെ ബ്രിട്ടീഷുകാരും പറഞ്ഞു. ഓക്കെ. എപ്പോഴാ പറഞ്ഞത്? 1813 പറഞ്ഞത്. എങ്ങനെയാ അത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ക്രിസ്ത്യൻ മിഷണറീസിനെ ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി അവർ തീരുമാനിച്ചു. ഓക്കെ അല്ലേ? അങ്ങനെ അവിടെ പോളിസിയിൽ എന്തായി? ചേഞ്ചസ് വന്നു. അപ്പൊ മിഷണറി ആക്ടിവിറ്റീസ് ഇന്ത്യയിൽ വരികയും അവർ ഒരുപാട് പുതിയ പുതിയ പോളിസി എന്ത് ചെയ്തു? കൊണ്ടുവരികയും ചെയ്തു. എന്തൊക്കെയാണ് ആ പുതിയ പുതിയ പോളിസി? ഒന്ന്, ഫീമെയിൽ ഇൻഫാന്റിസൈഡ് എന്ന് വെച്ചാൽ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യും? തുടക്കത്തിലെ അല്ലെങ്കിൽ ഗർഭത്തിലെ എന്ത് ചെയ്യുക? അബോർഷൻ ചെയ്യുക. ഓക്കെ. ഈ പരിപാടിയുടെ പേരാണ് ഫീമെയിൽ ഇൻഫാന്റിസൈഡ്. ഓക്കെ. 1795 ബംഗാൾ റെഗുലേഷൻ, 1804 ബംഗാൾ റെഗുലേഷൻ ഫീമെയിൽ ഇൻഫാന്റിസൈഡ് എന്താക്കി? ഇല്ലീഗലാക്കി. അബോർഷൻ എന്ന് വെച്ചാൽ എന്താ? മർഡറിന് ഈക്വൽ ആക്കിയിട്ട് മാറ്റി. 1856 ദ ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് കൊണ്ടുവന്നു. ഇതിന്റെ ഭാഗമായിട്ട് വിഡോ ആയിട്ടുള്ള ആളുകൾക്ക്, വിധവയായിട്ടുള്ള വനിതകൾക്ക്. അപ്പൊ എന്റെ ചോദ്യം അടുത്തത്, എങ്ങനെയാ വിധവയായിട്ടുള്ള വനിത ഉണ്ടാവുന്നത്? സതി 1829 നിരോധിച്ചില്ലേ? അത് എന്തായി? പ്രശ്നമാക്കിയില്ലേ? അങ്ങനെയാണെങ്കിൽ വിധവകൾ എന്ത് ചെയ്യണ്ട? കത്തിക്കുകയോ കുഴിച്ചിടുകയോ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ വിധവകൾ ജീവനോടെ ഇല്ലേ? ഈ ജീവനോടുള്ളവർക്ക് വെറും പെൻഷൻ കൊടുത്തിട്ട് അവിടെ ചുമ്മാ വീട്ടിലിരുത്തിയാൽ മതിയാ? വീട്ടിനുള്ളിൽ തന്നെ ഇരുന്നാൽ മതിയാ? അതൊരു ജീവിതമാണോ? അവർക്ക് വീണ്ടും കല്യാണം കഴിക്കണം, എന്ത് ചെയ്യാം? കല്യാണം കഴിക്കാം, നോ പ്രോബ്ലം. ഓക്കെ. എന്റെ മക്കളെ, ഈ വിധവകൾ എന്ന് പറയുന്നത് 13, 16, 18 താഴെ വയസ്സായ പെൺകുട്ടികളാണ്. ഓക്കെ. 18, 13, 15 വയസ്സായിട്ടുള്ള ഈ പെൺകുട്ടികൾക്ക് ഇനിയും ജീവിതം ഒരുപാട് ബാക്കിയില്ലേ? അപ്പൊ ഇവര് വീണ്ടും കല്യാണം കഴിച്ചു കൊടുക്കണ്ടേ? ആ പരിപാടിയുടെ പേരാണ് ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് ഓഫ് 1850 എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഈ സമയത്ത് വൈസ്രോയ് ആയിരുന്നു ലോർഡ് കാനിങ്. 1856 വൈസ്രോയ് ആയിരുന്നു ലോർഡ് കാനിങ്. ഓക്കെ. 1855 ഹിന്ദു ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് കൊണ്ടുവന്നു. എന്താണ് ഈ ആക്ടിന്റെ പ്രത്യേകത? അതായത് ഹിന്ദുവായ ഒരാള് ക്രിസ്ത്യാനിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യുമെന്ന് വിചാരിക്കും. ഓക്കെ അല്ലേ? അപ്പോ സാധാരണഗതിയിൽ 1850 ഇരിക്കുന്ന വീട്ടിലെ അച്ഛനോ അമ്മയോ എന്താ പറയാ? കടക്ക് പുറത്ത്. ഓക്കെ. ഇനി നിനക്കെന്തില്ല? ഈ വീട്ടിലെ സ്വത്തിൽ യാതൊരുവിധ അവകാശവും ഇല്ല എന്ന് പറയല്ലേ ചെയ്യുക? അതെ. ഇനി ആ പയ്യൻ അല്ലെങ്കിൽ ആ പെൺകുട്ടി എവിടെ പോവുകയാണ്? കോടതിയിൽ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? സ്വത്തിൽ അവകാശം കിട്ടും. അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു 1850. അങ്ങനെയാണെങ്കിൽ നിയമത്തിന്റെ പ്രധാനപ്പെട്ട വ്യവസ്ഥ എന്തിനുള്ളതായിരിക്കും? കൂടുതൽ പേരെ ഹിന്ദു മതത്തിൽ നിന്ന് എങ്ങോട്ട് കൺവേർട്ട് ചെയ്യുക? ക്രിസ്ത്യാനിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കൊണ്ടുവന്നു. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിന്റെ എഡ്യൂക്കേഷൻ ആണ്. എന്താണ് സാർ യൂറോപ്പിൽ എഡ്യൂക്കേഷനിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ? ഓക്കെ. ഒന്നാമത്തെ കാര്യം ഇക്വാലിറ്റി, എല്ലാവരും തുല്യരാണ്. 2, യൂണിറ്റി, എല്ലാവരും ഒരുമിച്ചിരിക്കണം. ഡെമോക്രസി, രാജാവിന്റെ ഭരണമല്ല വേണ്ടത്. എന്താണ്? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന എന്ത് വേണം? ഒരു ഗവൺമെന്റ് വേണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു. സ്ത്രീകൾക്ക് അവകാശം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചപ്പോ ഇന്ത്യയിലെ ഓർത്തഡോക്സ് ആയിരുന്ന മുസ്ലിംസിനും ഓർത്തഡോക്സ് ആയിരുന്ന ഹിന്ദുക്കൾക്കും ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ. അപ്പൊ ആർക്കാ സാർ ഇതൊക്കെ ഇഷ്ടപ്പെട്ടത്? എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇഷ്ടപ്പെട്ടത്. എന്ത് എഡ്യൂക്കേഷൻ സാറേ? ഈ വേദങ്ങളും ഖുറാനും ശരീഅത്തും പഠിച്ച ആളുകൾക്കാണോ? അല്ല. ഓക്കെ. ആർക്കാ ഇത് ഇഷ്ടപ്പെട്ടത്? ഇഷ്ടപ്പെട്ട ആളാരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേരാണ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ള എന്താ പറയാ, ഇന്ത്യയിലെ യുവാക്കൾ അല്ലെങ്കിൽ യുവതികൾ. അവർക്കാണ് ഈ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടത്. അവരുടെ നമ്പർ വളരെ കുറവാണ്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ നമുക്ക് അതിൽ എന്ത് ചെയ്യാം? മൂവ് ചെയ്യാം. ഓക്കെ. അങ്ങനെ ഇതിലേക്ക് ഞാൻ വരാം. അങ്ങനെ 1857 റിവോൾട്ട് വന്നു. ആ റിവോൾട്ടിന്റെ സോഷ്യൽ, റിലീജിയസ്, പൊളിറ്റിക്കൽ കാരണങ്ങളിലേക്കാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ കോസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യമാണ് എന്താണ്? ഡോക്ട്രിൻ ഓഫ് ലാപ്സെ എന്ന് വെച്ചാൽ എന്ത് പറയും? ദത്താവകാശ നിരോധന നിയമം എന്ന് പറയും. കൊണ്ടുവന്ന ആളുടെ പേരാണ് ഡൽഹൌസി.
ഓക്കെ, അപ്പൊ ഡൽഹൌസി എന്താ ചെയ്തത്? സിമ്പിളായ കാര്യമാണ്. ഇനി ഒരു രാജാവിന് സ്വന്തമായിട്ട് മകനില്ല, അങ്ങനെയാണെങ്കിൽ രാജാവിന് നേരത്തെ എന്ത് ചെയ്യായിരുന്നു? ദത്തെടുക്കായിരുന്നു. ഇപ്പൊ രാജാവിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ദത്തെടുക്കാൻ വേണ്ടി പറ്റില്ല. ഇത് പ്രധാനപ്പെട്ട കാരണമായിരുന്നു എന്ത്? 1857 റിവോൾട്ടിന്. രണ്ടാമത്തെ കാരണമാണ് എക്കണോമിക് കോസ്. ഓക്കെ അല്ലെ? ടാക്സ് കൂട്ടി. അപ്പൊ കർഷകർക്കും ആർട്ടിസാൻമാർക്കും, ആർട്ടിസാൻമാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൈ കൊണ്ട് സാധനം ഉണ്ടാക്കുന്നവര്, അതേപോലെ പിന്നെന്താണ് ആക്ച്വലി കൽപ്പണിക്കാര്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിവുള്ള ആളുകൾ. ഓക്കെ അല്ലെ? ഫാർമേഴ്സ്. ടാക്സ് കൂട്ടിയപ്പോ എന്തായി? ഇവർക്ക് ആകെ പ്രശ്നമായി. ഇവർക്ക് എന്തില്ല, ജീവിക്കാൻ തന്നെ വഴിയില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ റിവോൾട്ട് നടത്തി. ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഓക്കെ. സോഷ്യൽ കോസ്. സിപ്പായികളെയും ഇന്ത്യൻസിനെയും എന്തായിരുന്നു? അവര് ബ്രിട്ടീഷുകാരെക്കാളും ഇൻഫീരിയർ ആയിരുന്നു. അതിപ്പോ സൈന്യത്തിലാണെങ്കിലും സാധാരണ ജനങ്ങളാണെങ്കിലും, ഞങ്ങൾ വെളുത്തവരാണ്, നിങ്ങൾ കറുത്തവരാണ്, ഞങ്ങൾ പഠിച്ചവരാണ്, ഞങ്ങൾ പഠിക്കാത്തവരാണ്, അങ്ങനെ വേണം എന്ത് ചെയ്യും? എപ്പോഴും ഡൗൺ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. മിലിറ്ററി കോസസ്. പ്രധാനപ്പെട്ട ഈ 1857 റിവോൾട്ടിനെ തന്നെ വിളിക്കുന്ന പ്രധാനപ്പെട്ട സംഭവം എന്താ? എന്താ വിളിക്കുന്നത്? ശിപ്പായിലാണെന്നല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഷിപ്പായിസ് ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചത്? ഈ റിവോൾട്ടിന് വേണ്ടി പ്രവർത്തിച്ചതിന് വേണ്ടിയിട്ടാ. അവർക്ക് ആർമിയിൽ ഒരു തുല്യതയില്ല. ഓക്കെ. വലിയ വലിയ പോസ്റ്റ് മുഴുവൻ ആർക്കുള്ളതാണ്? ബ്രിട്ടീഷുകാർക്കുള്ളതാണ്. അവിടെ ആരെ കേട്ടില്ല? ഇന്ത്യക്കാരെ കേട്ടില്ല. ശിപ്പായികൾ അവിടെ രണ്ടാം തരം ആളുകളായിട്ടാണ് എന്ത് ചെയ്തത്? കണ്ടിട്ടുണ്ടായിരുന്നത്. ഇത്രയും കാര്യമൊക്കെ അല്ലേ? ആണ്. അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട്, എന്താണ് മക്കളെ പെട്ടെന്നുള്ള റീസൺ? വാട്ട് ഈസ് ദ സഡൻ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയാൻ പോകുന്ന കാര്യം എന്താ? മിലിറ്ററി കോസാ? അല്ല. സോഷ്യൽ കോസാ? അല്ല. എക്കണോമിക് കോസാ? അല്ല. പൊളിറ്റിക്കൽ കോസാ? അല്ല. നിങ്ങൾ പറയാൻ പോകുന്ന കാര്യം എന്താണ്? ആക്ച്വലി ഒരു റൈഫിൾ ഉണ്ടായിരുന്നു, എൻഫീൽഡ് റൈഫിൾ. ആ എൻഫീൽഡ് റൈഫിളിൽ ഒരു തിരി ഉണ്ടായിരുന്നു, അതായത് ഒരു ഉണ്ട ഉണ്ടായിരുന്നു. ആ ഉണ്ട റൈഫിളിൽ ഇടണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം അത് കടിക്കണം. അത് കടിക്കണമെങ്കിൽ അതിലൊരു കൊഴുപ്പുണ്ട്. ആ കൊഴുപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് പശുവിന്റെയും പന്നിയുടെയും എന്താണ്? കൊഴുപ്പിൽ നിന്നാണ് എന്നൊരു വാർത്ത പരന്നു. ഇതല്ലേ പെട്ടെന്നുണ്ടായ റീസൺ? ഓക്കെ. എന്റെ ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക. ഇത് മിലിറ്ററി കോസാ, സോഷ്യൽ കോസാ, എക്കണോമിക് കോസാ, പൊളിറ്റിക്കൽ കോസാ, അതോ റിലീജിയസ് കോസാ? ഇറ്റ് ഈസ് എ റിലീജിയസ് കോസ് അല്ലേ? അതൊരു റിലീജിയസ് ആക്ടിവിറ്റി ആണ്. കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് 1857 വിപ്ലവം പെട്ടെന്നുണ്ടായി ചോദിച്ചത്? നിങ്ങൾ പറയാൻ പോകുന്ന കാരണം എന്താ? അത് റിലീജിയസ് പ്രശ്നത്തിന് പുറത്താണ് ഉണ്ടായത്. ഓക്കെ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം, ഓക്കെ അല്ലേ, പൊളിറ്റിക്കലി എന്താ പറയാ, ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാർ പിടിച്ചു വെച്ചില്ലേ? ബ്രിട്ടീഷുകാർ ഭരിച്ചില്ലേ? ബ്രിട്ടീഷുകാരല്ലേ എന്ത് ചെയ്യുന്നത്? ഇന്ത്യ ഭരിക്കുന്നത്. അതൊന്നും അവര് മാറിയാ? പൊളിറ്റിക്കൽ കോസസിന്റെ പ്രധാനപ്പെട്ട കാര്യം, ബ്രിട്ടനിൽ നിന്ന് എന്ത് കിട്ടണം? ഈ രാജാക്കന്മാർക്ക് സ്വാതന്ത്ര്യം കിട്ടണം എന്ന് പറഞ്ഞിട്ടല്ലേ റാണി ലക്ഷ്മിബായി അടക്കമുള്ള എല്ലാ, താന്തിയ തോപ്പി അടക്കമുള്ള എല്ലാ രാജാക്കന്മാരും ഫൈറ്റ് ചെയ്യണത്. ഓക്കെ അല്ലേ? കിട്ടിയാ? ഇല്ല. അതിനെതിരെ ജനങ്ങൾ പെട്ടെന്ന് പ്രതികരിച്ചാ? ഇല്ല. 1947 ആയില്ലേ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട്? കറക്റ്റ്. എക്കണോമിക് കോസ്. ടാക്സ് കൂട്ടി. ഈ 1857 വിപ്ലവത്തിന് ശേഷം ടാക്സ് കൂട്ടിയിട്ടില്ലേ? അങ്ങനെ ടാക്സ് കൂട്ടിയിട്ടില്ലെങ്കിൽ പിന്നെന്തിനാ ഗാന്ധിജിക്ക് എന്താ ചമ്പാരൻ സത്യാഗ്രഹം, സർദാർ വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന് പേര് കിട്ടിയ സത്യാഗ്രഹം? ഓക്കെ അല്ലേ? പിന്നെന്താണ് കോൺഗ്രസിന്റെ പേരിലുള്ള സത്യാഗ്രഹം? ഒരുപാട് പരിപാടി ഉണ്ടല്ലോ. കർഷകരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് റവല്യൂഷണറീസ് ആയിരുന്ന ഭഗത് സിംഗ്, രാജഗുരു അവരൊക്കെ ചെയ്ത കാര്യങ്ങൾ, സുഭാഷ് ചന്ദ്രബോസ് ചെയ്ത കാര്യങ്ങൾ, ഇതൊക്കെ പിന്നെന്തിനാ പഠിക്കേണ്ട കാര്യമുള്ളത്? അപ്പൊ ടാക്സ് അവർ കൂട്ടുന്നത് നിർത്തിയാ? ഇല്ല. ടാക്സ് കുറച്ചോ? ഇല്ല. ഫാർമേഴ്സിന്റെയും ആർട്ടിസാന്റെയും സിറ്റുവേഷൻ 1857 ശേഷം ബെറ്റർ ആയാ? ഇല്ല. വേഴ്സ് ആയ? വേഴ്സ് വെച്ചാൽ എന്താ? പിന്നെയും പ്രശ്നമായ? അതെ. അതിന് നമ്മൾ പ്രതികരിച്ച? ഇല്ല. ഓക്കെ. അപ്പൊ സോഷ്യൽ കോസ്. ഓക്കെ. ഇന്ത്യൻസ് എന്താണ്? എന്താ പറയാ, ഇംഗ്ലീഷുകാരെക്കാളും എന്താണ് ആക്ച്വലി താഴെയുള്ളവരാണ്. ഓക്കെ. ഇപ്പോഴും അതേ സിറ്റുവേഷൻ നമ്മുടെ കയ്യിലുള്ളത്. സർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 ഇപ്പോഴും നിങ്ങൾ ഒരു കറുത്ത വ്യക്തിയാണെങ്കിൽ എന്തിനാ മക്കളെ ഫെയർ ആൻഡ് ലവ്ലി, ഫെയർ ആൻഡ് ഹാൻസം ഇത്രയും കൂടുതൽ ഇന്ത്യയിൽ എന്താവുന്നത്, സെല്ലാവുന്നത്? എന്തിനു വേണ്ടിട്ടാ? വെളുക്കാൻ വേണ്ടിട്ടല്ലേ? ആഡ് തന്നെ എങ്ങനെയാണ്? ഒരു കറുത്ത പെൺകുട്ടി 15 ദിവസം കഴിയുമ്പോൾ എന്താവും? വെളുത്ത പെൺകുട്ടിയായിട്ട് മാറും. വെളുപ്പല്ലേ ബെസ്റ്റ്? ഓക്കെ. അങ്ങനെ ഒരു ഐഡിയ ഇപ്പോഴും ഇല്ലേ? നിങ്ങൾ ഒരു വലിയ സ്ഥലത്ത് പോവുകയാണ്, അല്ലെങ്കിൽ എന്താ ഒരു ഫോമൽ ഫംഗ്ഷന് പോവുകയാണ്, ഒരു ലുങ്കി മുണ്ടെടുത്ത് പോയാൽ അല്ലെങ്കിൽ മുണ്ടെടുത്ത് പോയാൽ എന്തായി? നിങ്ങൾ ഔട്ടായി. അവിടെ പോയി കോട്ടും സൂട്ടും ഇട്ടുമ്പോൾ എന്തായി? നിങ്ങൾ ഭയങ്കര സംഭവമായി. ചെരുപ്പിട്ട് പോയാൽ എന്തായി? നിങ്ങൾ ഔട്ടായി. ഷൂ ഇട്ട് പോയാൽ എന്തായി? നിങ്ങൾ സംഭവമായി. ഓക്കെ അല്ലേ? കൈ കൊണ്ട് കഴിച്ചാൽ എന്തായി? നിങ്ങൾ ഔട്ട്. സ്പൂൺ കൊണ്ട് കഴിച്ചാൽ എന്താണ്? നിങ്ങൾ ഭയങ്കര സംഭവം. ഓക്കെ. പിന്നെന്താ നമുക്ക് പറയാനുള്ളത്? ആക്ച്വലി ഇംഗ്ലീഷ് സംസാരിക്കുക. സ്വന്തം സ്ഥലത്ത് മലയാളം അറിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് അറിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇംഗ്ലീഷ് സംസാരിച്ചാൽ എന്തായി?
ബുദ്ധിയാണ് അച്ഛൻ അവന്റെ മെയിൻ ബുദ്ധിയുള്ള ആളായി മാറി. ഇതെല്ലാം സോഷ്യൽ കോസ് അല്ലേ? ഇപ്പോഴും സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ട് അത് നമ്മൾ പിൻവാങ്ങിയിട്ടുണ്ടോ? ഇല്ല. മിലിറ്ററി കോസസ്. എന്റെ ചോദ്യം, 1857 വിപ്ലവത്തിന് ശേഷം ഉടനെ മിലിറ്ററിയിൽ എല്ലാ പ്രശ്നവും അവർ ശരിയാക്കിയ? ഒന്നും ശരിയാക്കിയിട്ടില്ല. പിന്നെയും പ്രശ്നമായില്ലേ? ആയി. 1935 ശേഷമാണ് എന്ത് വരിക? കുറച്ചെങ്കിലും ശരിയാവുക. 40 ശേഷം എന്തോ ഉള്ളൂ? കുറച്ചെങ്കിലും ബെറ്റർ ആവുന്ന സിറ്റുവേഷൻ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പൊ എന്താണ് ബ്രിട്ടീഷുകാർ 1857 വിപ്ലവത്തിന് ശേഷം ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട കാര്യം? അവര് പറഞ്ഞ്, മക്കളെ ഇനി ഞങ്ങൾ എന്ത് ചെയ്യില്ല, നിങ്ങളുടെ ഒരു റിലീജിയസ് ആക്ടിവിറ്റിയിലും നിങ്ങളുടെ മനോഹരമായ ആചാരങ്ങളായിട്ടുള്ള എന്താണ് ആക്ച്വലി ഓക്കെ അല്ലെ, നിങ്ങളുടെ ആചാരം അനുഷ്ഠാനങ്ങളിൽ ഞങ്ങൾ ഇനി ഇടപെടില്ല. ഓക്കെ അല്ലെ? മുട കണ്ടാൽ ഇനി ഇടപെടില്ല. ഞങ്ങളുടെ ഇടപെടൽ 1813 തൊട്ട് 1857 വരെയായിരുന്നു. ഞങ്ങൾ എന്ത് ചെയ്തു? നിർത്തി. ഓക്കെ എന്നാര് പറഞ്ഞു? ബ്രിട്ടീഷുകാർ പറഞ്ഞു. ഓക്കെ, അപ്പൊ ബ്രിട്ടീഷേഴ്സ് എന്ത് പറഞ്ഞു? ആക്ച്വലി ഇനി നമുക്ക് ഇന്റർഫിയർ പോളിസി വേണ്ട, നമുക്ക് എന്ത് മതി? നോൺ ഇന്റർഫറൻസ് പോളിസി മതി. ഇനി ഇന്ത്യക്കാരുടെ റിലീജിയസ് ആക്ടിവിറ്റി ആയാലും സോഷ്യൽ നോംസ് ആയാലും ഞങ്ങൾ എന്ത് ചെയ്യില്ല, ഞങ്ങൾ ഇടപെടൂല എന്നാര് പറഞ്ഞു? ബ്രിട്ടീഷുകാർ പറഞ്ഞു. പറഞ്ഞില്ലേ? ഓക്കെ. അപ്പൊ ആരാണ് ഇനി സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ പോകുന്നത്? എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യക്കാർ. ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിലൂടെ അല്ലേ സ്ത്രീകൾ പുറത്തോട്ട് വരാൻ വേണ്ടി പോകുന്നത്? ഓക്കെ അല്ലേ? എന്താ പറയാ, ബാലഗംഗാധര തിലക്, ഗോപാലകൃഷ്ണ ഗോഖലെ, പിന്നെ നമ്മുടെ ആരാണ്, ഈശ്വരാനന്ദ വിദ്യാസാഗർ, ഇവരൊക്കെ അല്ലേ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്? ഇവരൊക്കെ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ളവരല്ലേ? അതെ. ഇവര് എങ്ങനെ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ളവരാ? ഗാന്ധിജി എവിടെയാ പഠിച്ച്? ലണ്ടനില്. ഓക്കെ. സുഭാഷ് ചന്ദ്രബോസ് എവിടെയാ പഠിച്ച്? ലണ്ടനില്. ഗോപാലകൃഷ്ണ ഗോഖലെ എവിടെയാ പഠിച്ച്? ലണ്ടനില്. അപ്പൊ ഇവരെങ്ങനെയുള്ള ആളാ? വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ള ആളുകളാണ്. ആണോ? അതെ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ 1857 ശേഷം ബ്രിട്ടീഷുകാര് ഈ 57 വിപ്ലവത്തിന് കാരണമായിട്ടുള്ള ഒന്നിലും വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ബ്രിട്ടീഷുകാർ തന്നെയാണ് ഭരിക്കാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. പക്ഷെ അവരാകെ ചെയ്തത് എന്താ? പോളിസി ഓഫ് ഇന്റർഫിയറൻസ്, റിലീജിയസ് പോളിസിയിലെ ഇന്റർഫിയറൻസ് എന്താക്കി മാറ്റി? നോൺ ഇന്റർഫിയറൻസ് ആക്കി മാറ്റി. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനിലെ സ്റ്റേറ്റ്മെന്റ് നമ്പർ 3 നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? നോക്കാവുന്നതാണ്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 3 നോക്കണേ. ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഫോളോഡ് ദ പോളിസി ഓഫ് നോൺ ഇന്റർവെൻഷൻ. അപ്പൊ എന്റെ ചോദ്യം, ഇന്റർവെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ? ഓക്കെ അല്ലേ? 1813 മുതൽ 57 വരെ ഉണ്ട്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടായത് 1600-ലാണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947-ലാണ്. അപ്പൊ മൊത്തം നമ്മുടെ കയ്യിൽ 347 വർഷത്തെ ചരിത്രമുണ്ട്. ഈ 347 വർഷ ചരിത്രത്തിൽ ഒരു ചെറിയ സംഭവമാണ് എന്ത്? 13 മുതൽ 57 വരെ. ഏകദേശം ഒരു 40 വർഷമേ ഉള്ളൂ. അത് നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ ഓക്കെ, പൊതുവെ ബ്രിട്ടീഷുകാർ എന്തായിരുന്നു? നോൺ ഇന്റർവെൻഷൻ പോളിസിയാണ്. അത് കാസ്റ്റിലായാലും ഫാമിലിയിലായാലും എല്ലാത്തിലായാലും. ഓക്കെ അല്ലേ? ഇതിന് കാരണമായത് mark these institutions are attributed for most part not to any governmental action. ഗവൺമെന്റൽ ആക്ഷൻ കൊണ്ടല്ല, ബട്ട് ഫാക്ടേഴ്സ് ഓഫ് എ സോഷ്യോളജിക്കൽ നാച്ചർ. ഓക്കെ. അപ്പൊ ബ്രിട്ടീഷുകാർ സതി നിരോധിച്ചത് കൊണ്ടല്ല എന്തുണ്ടായത്? ആക്ച്വലി സതി നിരോധനം വന്നത്. സതി നിരോധനം വരാൻ തന്നെ ഒരുപാട് എന്ത് ചെയ്യും? സമയമെടുക്കും. അതിനു വേണ്ടിയിട്ട് ഈ ഇന്ത്യയിലെ സോഷ്യോളജിയിൽ, അതായത് സോഷ്യൽ കൾച്ചറിൽ മാറ്റം ഉണ്ടാവണം. എന്ത് മാറ്റം ഉണ്ടായത്? എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻസ് വരണം. എങ്ങനെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻസ്? ഇന്ത്യയിലെ പഠനം കിട്ടിയവരാണോ? അല്ല, ബ്രിട്ടനിലെ പഠനം കിട്ടിയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻസ് വരണം. എങ്കിൽ മാത്രമേ ഈ മാറ്റം ഇവിടെ ഉണ്ടാവുകയുള്ളൂ. അത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഒരു മാറ്റമായിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ബ്രിട്ടീഷുകാർ ഒന്നും ചെയ്തില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഓക്കെ അല്ലേ? പക്ഷെ അവർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ആരെങ്കിലും ചോദിക്കണം. ആ ചോദിക്കുന്ന ആളുകളുടെ പേരാണ് എന്ത്? നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളും സോഷ്യൽ റിഫോമേഴ്സും. ഓക്കെ. അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ അവിടെ നിന്ന് രാജാറാം മോഹൻ റോയ് തൊട്ട് നമുക്ക് അറിയാവുന്ന ജ്യോതിറാവ് ഫുലെ തൊട്ട് എല്ലാവരെയും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് നമ്പർ 3 ശരിയാണെന്ന് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായോ? എന്തുകൊണ്ടാണ് യൂറോപ്യന്മാർ പോയിട്ടുള്ള, അത് സ്പെയിൻ ആയിക്കോട്ടെ, ഫ്രാൻസ് ആയിക്കോട്ടെ, ഇംഗ്ലണ്ട് ആയിക്കോട്ടെ, ഏത് രാജ്യം ആയിക്കോട്ടെ, അവർ പോയിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും അവർ തിരിച്ചു പോകുന്ന സമയത്ത് ക്രിസ്ത്യാനിറ്റി ആയിരിക്കും ഏറ്റവും എന്തുണ്ടാവുക? എന്താ പറയാ, വളരെ വലിയ റിലീജിയൻ ആയിട്ട് ഉണ്ടാവുക. ഇന്ത്യയിൽ മാത്രം അങ്ങനെ അവർ പറ്റിയിട്ടില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഒറ്റ വാക്കിൽ നിങ്ങൾ പറയണം നോൺ ഇന്റർവെൻഷൻ. ഓക്കെ, അപ്പൊ ഇന്റർവെൻഷൻ ഉണ്ടായി ചോദിച്ചാൽ നമ്മൾ അത് പഠിച്ചിട്ടുണ്ട്, ഉണ്ട് കേട്ടോ. എപ്പോ തൊട്ട് എപ്പോ വരെയാണ്? 1813 മുതൽ 1857 വരെ. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ, ഡൺ അല്ലേ? അതെ. ഓക്കെ, ഇത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 നോക്കാം. The rising of the age of marriage among the educated classes affective largely due to education, economic pressures and the breakup of the joint family system. ഇതിനു വേണ്ടി മോഡേൺ ഹിസ്റ്ററി പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലോജിക്കലി നോക്കാം. ഓക്കെ, റൈസിംഗ് ഓഫ് ഏജ് ഓഫ് മാരേജ് എമംഗ് ദ എഡ്യൂക്കേറ്റഡ് ക്ലാസ്സസ്, എഡ്യൂക്കേറ്റഡ് ക്ലാസിന്റെ ഇടയിലുള്ള മാരേജ് എന്ത് ചെയ്യുന്നു, റൈസ് ചെയ്യുന്നു. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും. എന്റെ ചോദ്യം നിങ്ങളോട്, ഒരു ആൺകുട്ടിയാണ്, എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ട്, എഡ്യൂക്കേഷൻ കിട്ടിയ ഉടനെ നിങ്ങൾ പോയി കല്യാണം കഴിക്കുമോ? ആൺകുട്ടികളോടാണ്. ഓക്കെ അല്ലേ? കല്യാണം കഴിക്കുമോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് ജോലി വേണ്ടേ? നല്ല ജോലി ഉണ്ടെങ്കിലല്ലേ ഒരു നല്ല പെൺകുട്ടിയെ കിട്ടുള്ളൂ. ഓക്കെ അല്ലേ? ഇനി ജോലി മാത്രം മതിയാ? വീട് വേണ്ടേ? ഒരു കാറ് വേണ്ടേ? സൊസൈറ്റിയിൽ ഒരു പേര് വേണ്ടേ? നിങ്ങളുടെ കയ്യിൽ ജോലി ഉണ്ട്, എല്ലാം EMIക്ക് പോവാണ്, എല്ലാം പൈസയും കടമാണ്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ അച്ഛൻ നിങ്ങൾക്ക് പെണ്ണ് തരുമോ? ഓക്കെ അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ സൊസൈറ്റിയിൽ പോയിട്ട് എന്താണ്, എനിക്ക് മുഴുവൻ കടമാണ് പക്ഷെ ജോലി ഉണ്ട് പറഞ്ഞാൽ കിട്ടുമോ? ഇല്ലല്ലോ. അപ്പൊ കടത്തിലല്ലേ നമ്മൾ ആദ്യം ജീവിക്കുക, കറക്റ്റ് അല്ലേ? അപ്പൊ എക്കണോമിക് പ്രഷർ ഇല്ലേ? കടമൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടല്ലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. കല്യാണം തന്നെ ചെലവാണ്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് കടമാണെങ്കിൽ പിന്നെ ആകെ പ്രശ്നമായില്ലേ? അപ്പൊ എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ലേ? ഇനി പെൺകുട്ടികളോട് ചോദ്യം, നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ട്, അപ്പൊ നിങ്ങൾ ഉടനെ പോയി കല്യാണം കഴിക്കുമോ? ഇല്ലല്ലോ. നിങ്ങൾ എന്താ ചെയ്യുക? ഒരു ജോലി കിട്ടട്ടെ, എന്നിട്ട് കുറച്ചൊന്ന് പോയി നാടൊക്കെ ഒന്ന് കാണട്ടെ, എന്നിട്ട് നമുക്ക് സമാധാനം എന്ത് ചെയ്യാം, കല്യാണം കഴിക്കാം എന്നല്ലേ വിചാരിക്കുക. കറക്റ്റ് അല്ലേ? അങ്ങനെയാണ്, അത് കറക്റ്റ് ആണ്. 1, 2, 3 എന്താണ്, ശരിയാണ്. സോ 1, 2, 3 ശരിയാണെന്നുള്ള ഏതാ? ഓപ്ഷൻ എ ആണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് നമ്മൾ, സോറി, ഓപ്ഷൻ എയിൽ 1, 2, 3 കൊടുത്തിട്ടുണ്ടല്ലോ, അത് 1, 2 ആയിരിക്കും. ഓക്കെ അല്ലേ? ഡൺ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. എന്താണ്? ഓൾ ആർ കറക്റ്റ് ആണ് ആൻസർ ആയിട്ട് വരിക. എന്തായാലും എല്ലാം ശരിയാണ്, അതാണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ, ഡൺ അല്ലേ? ഡൺ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററി ഒന്ന് പഠിക്കാം. ഏതുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററി? സ്ത്രീകളുടെ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള മാരേജ് ഏജ് എന്ത് ചെയ്യാൻ പോവാണ്, കൂട്ടാൻ വേണ്ടി പോവുകയാണ്. അതിനുവേണ്ടി വന്നിട്ടുള്ള ആദ്യത്തെ പ്രധാനപ്പെട്ട ആക്ടിന്റെ പേരാണ് 1891 1891 ഏജ് ഓഫ് കൺസെന്റ് ആക്ട് എന്ന് പറയും. ഏജ് ഓഫ് കൺസെന്റ് ആക്ട് ചെയ്തിരിക്കുന്നത് 12 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ മാരേജ് എന്ത് ചെയ്തു ആക്ച്വലി? ഓക്കെ അല്ല, അത് നിർത്തി. സാർ 12 വയസ്സ്, മക്കളെ വർഷവും നോക്ക്, 1891 അന്നൊരു 12 വയസ്സ് പറഞ്ഞാൽ 4 വയസ്സിൽ 5 വയസ്സ് കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോഴാണ് 12 വയസ്സ്. ബെറ്റർ അല്ലേ? അതെ. ചൈൽഡ് മാരേജ് റെസ്ട്രെയിൻഡ് ആക്ട് 1929 ഇതിന് വിളിക്കുന്ന പേരാണ് ശ്രദ്ധ ആക്ട്. ഓക്കെ അല്ലേ? ഇത് പ്രകാരം ആൺകുട്ടികളുടെ മാരേജ് ഏജ് 18ഉം പെൺകുട്ടികൾ എന്താക്കി, 14ഉം ആക്കി. ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ സമയത്ത് വന്നിട്ടുള്ള ഒരു സംവിധാനം അല്ലേ? അല്ലെങ്കിൽ എന്താണ്, സോഷ്യൽ പോളിസി അല്ലേ? ഓക്കെ അല്ലേ? അതേപോലെ എന്താണ് ആക്ച്വലി ആക്ട് അല്ലേ? അങ്ങനെ പതുക്കെ പതുക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ സിസ്റ്റത്തിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കിടയിൽ എന്ത് വരുന്നത്, ആക്ച്വലി മാറ്റങ്ങൾ വരുന്നത്. അപ്പൊ ഇവരെന്ത് ചെയ്യും, പഠിക്കാൻ വേണ്ടി പോകും. അങ്ങനെ പഠിക്കുന്നവർക്കിടയിലെല്ലാം മാറ്റം ഉണ്ടാവുള്ളൂ. വെറുതെ ഏജ് കൂട്ടിക്കൊണ്ട് കാര്യമില്ല കേട്ടാ. ജനങ്ങൾക്കിടയിൽ പഠിപ്പോ അല്ലെങ്കിൽ വിവരമോ ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, പെട്ടെന്ന് കല്യാണം കഴിച്ചു കൊടുക്കും. കറക്റ്റ് അല്ലേ? ആണ്. ഓക്കെ, ആ കാര്യങ്ങൾ മനസ്സിലായോ? സോഷ്യൽ റിലീജിയസ് കോസ്റ്റ് മനസ്സിലായോ? ഓക്കെ. അപ്പൊ എഡ്യൂക്കേഷൻ ആൻഡ് സൊസൈറ്റി എന്താ പറയുന്നത്? നല്ല എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ, അത് എസ്പെഷ്യലി ഗേൾസിന്റെ കാര്യത്തിലാണെങ്കിൽ മാരേജ് എന്ത് ചെയ്യും, എന്താ പറയുക, ഇൻക്രീസ് ആവും. ഓക്കെ, എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുന്നു, ജനങ്ങളെ എംപവർ ചെയ്യുന്നു. എക്കണോമിക് ഓപ്പർച്യൂണിറ്റി കൂടുതലായിരിക്കും. അപ്പൊ അവരെന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് സ്വന്തമായി ഡിസിഷൻ എടുക്കാൻ പറ്റും. അപ്പൊ സ്വന്തമായ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ മാരേജ് എന്ന് പറയുന്ന ഡിസിഷൻ എന്തായിട്ട് മാറും, അത് എന്താ പറയാ, വേറൊരു ഫാമിലി ഡിസിഷൻ ആവില്ല. എന്തായിരിക്കും, ആ കല്യാണം കഴിക്കുന്ന ആൺകുട്ടിയുടെയോ പെൺകുട്ടിയുടെയോ ഡിസിഷനായിട്ട് ആ മാരേജ് എന്ത് ചെയ്യും, മാറുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഒരു എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ് ഇന്ത്യയിൽ ഉണ്ടാവുന്നുണ്ട്. അവര് എന്ത് ചെയ്യുന്നു എന്നാണ് ചോദ്യം. എന്തിനെ? 1857 വിപ്ലവത്തിന് എന്ത് ചെയ്യുന്നു എന്നാണ് ചോദ്യം. 1857 വിപ്ലവത്തിനെ ഒപ്പോസ് ചെയ്തു, 1857 വിപ്ലവത്തിനെ സപ്പോർട്ട് ചെയ്തു, ന്യൂട്രൽ ആയിരുന്നു. എന്ത് ചെയ്തു? നേറ്റീവ് റൂളേഴ്സിന് എതിരെ എന്ത് ചെയ്തു? യുദ്ധം നയിച്ചു. എന്റെ ചോദ്യം നിങ്ങളോട്, 1857 വിപ്ലവം ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. ഓക്കെ, വലിയൊരു സമരമാണ്. അത് നമുക്ക് കുറച്ച് പറയാനൊന്നും പറ്റില്ല. ഓക്കെ അല്ലെ? എന്നാലും ഒരു കാര്യം മനസ്സിലാക്കുക, 1857 വിപ്ലവം നമ്മൾ ജയിച്ചു എന്ന് വിചാരിക്കുകയും ഇന്ത്യയിൽ ആരെ ഭരിക്കുക? ബഹദൂർ ഷാ സഫർ എന്ന് പറഞ്ഞിട്ട് രാജാവുണ്ട്, ഒരു മുഗൾ രാജാവ്. ആ പുള്ളിയായിരിക്കും ഭരിക്കുക.
കറക്റ്റ് അല്ലേ? അതെ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ എന്ത് നിയമം വരിക? ഒന്നെങ്കിൽ ശരീഅത്തിന്റെ നിയമം, അല്ലെങ്കിൽ എന്താണ് ഹിന്ദു നിയമം, പഴയ ഹിന്ദു നിയമം. നിങ്ങളെല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളല്ലേ, കാണുന്ന എല്ലാവരും. നിങ്ങൾക്ക് വേണ്ടത് ഒരു രാജാവിന്റെ ഭരണത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി എന്താണ് ആക്ച്വലി തെറ്റ് കണ്ട ഉടനെ കൈവെട്ട് കാൽവെട്ട് എന്ന് ഒരു എന്താണ് ഒരു റൂളും നോക്കാതെ പറയുന്നതാണോ, അതോ റൂൾ ഓഫ് ലോ, ഒരു നിയമമുണ്ട്, ഒരു കോടതിയുണ്ട്, ഒരു വക്കീലുണ്ട്, ഒരു ജഡ്ജ് ഉണ്ട്, അല്ലെങ്കിൽ ഡെമോക്രസി ഉണ്ട്, നമ്മളാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെന്റ് തെരഞ്ഞെടുക്കുന്നത്, അതാണോ നിങ്ങൾക്ക് വേണ്ടത്? അതോ ഒരു രാജാവുണ്ട്, രാജാവിന്റെ കീഴിൽ കുറെ സിഗിടി ഉണ്ട്, അവർക്ക് എപ്പോ വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാം, ആകെ ഇവിടെ വെസ്റ്റേൺ എഡ്യൂക്കേഷനും ഇല്ല, ഒന്നുമില്ല, പഴയ കാര്യങ്ങൾ പഠിക്കുക, അതാണോ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾ തന്നെ പറ. അപ്പൊ എഡ്യൂക്കേറ്റഡ് ആയിട്ട് ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യില്ലല്ലോ മക്കളെ, ഇല്ല. ഓക്കെ. അപ്പൊ എഡ്യൂക്കേറ്റഡ് ആയിട്ട് ആളുകൾ എന്ത് ചെയ്യില്ല, ഈ 1857 റിവോൾട്ടിന് എന്ത് ചെയ്യില്ല, സപ്പോർട്ട് ചെയ്യില്ല. അത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ചേർന്നിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഘടനയുടെ പേരാണ് INC. അപ്പൊ ഇവിടുത്തെ ചോദ്യത്തിലുള്ള നമുക്ക് എന്ത് ചെയ്യാം, അതിന് ഉത്തരം കണ്ടുപിടിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് എ ഡിമാൻഡ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇൻ ദ ബിഗിനിങ് എന്നാണ് ചോദ്യം. ഒന്ന്, എ എക്സ്പാൻഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ബി reduction of military expenditure, C rising of the age limit of candidates of public service examination, D complete independence to the Indians. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ ഇവിടെ നോക്കുക. ഓക്കെ, നിങ്ങൾ തന്നെ പറയാ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മിഡിൽ ക്ലാസ് എന്ത് ചെയ്തിട്ടില്ല, 1857 വിപ്ലവത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട്, ഓക്കെ അല്ലെ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മിഡിൽ ക്ലാസ് ആയിരിക്കും എന്തുണ്ടാക്കുക, INC എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ INC എന്ന് പറഞ്ഞ സംഘടന തുടക്കത്തില് ബ്രിട്ടീഷുകാരെ കൊണ്ട്, മക്കളെ നിങ്ങൾ ഇവിടെ നിന്ന് പോകൂ, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യണം, ഭരിക്കണം, നിങ്ങൾ ബ്രിട്ടീഷുകാരോട് നിന്ന് പോകണം എന്ന് പറയോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ പറയേണ്ട കാര്യമാണ് എന്ത് ചെയ്യില്ല, അവർ പറയില്ല. ഓക്കെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പൊ കോൺഗ്രസിന്റെ ഫ്രീഡം സ്ട്രഗിളിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന കാര്യമായിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഞാനിവിടെ വരട്ടെ. കോൺഗ്രസിന്റെ ഫ്രീഡം സ്ട്രഗിളിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന കാര്യമായിട്ടുള്ളത്. അപ്പൊ കോൺഗ്രസിന്റെ ഫ്രീഡം സ്ട്രഗിൾ പീരീഡിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ 3 പോർഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. ഒന്ന് ഫേസ് 1, അതിന്റെ പേരാണ് മോഡറേറ്റ് ഫേസ്, അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് മിതവാദി കാലഘട്ടം. ഫേസ് 2 എക്സ്ട്രീമേറ്റ് ഫേസ്, ഇതിനെ വിളിക്കുന്ന പേരാണ് തീവ്രവാദി കാലഘട്ടം. ഫേസ് 3 ഗാന്ധിയൻ ഫേസ്. അപ്പൊ എന്തായിരിക്കും, ഗാന്ധിജി വന്നിട്ടുണ്ടാവും. ഓക്കെ. ഈ 3 ഫേസ് ആണ്. നമ്മളിപ്പോ നോക്കാൻ പോകുന്ന ഫേസിന്റെ പേരാണ് മോഡറേറ്റ് ഫേസ്. കാരണം 1857 വിപ്ലവം കഴിഞ്ഞു. ഓക്കെ. വിപ്ലവത്തിൽ ആര് പരാജയപ്പെട്ടു? ഇന്ത്യക്കാർ പരാജയപ്പെട്ടു. ഇനി ഒരു എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ് ഉണ്ട്. ഓക്കെ. അവരൊരു സംഘടന ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ആ സംഘടനയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഉണ്ടാക്കാൻ പോകുന്ന വർഷമാണ് 1885. ഇനി അടുത്ത ഡൗട്ട് നിങ്ങൾക്ക്, സാർ 1857 വിപ്ലവം കഴിഞ്ഞു, പിന്നെന്തിനാണ് 30 വർഷം കഴിഞ്ഞിട്ട് കോൺഗ്രസ് ഉണ്ടാക്കുന്നത്? അതിനുള്ള ഉത്തരവാണ്, അവർ ആദ്യം ചെറിയ ചെറിയ സംഘടനയായിട്ട് ഉണ്ടാക്കുക. ബംഗാൾ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ എവിടെ ഉണ്ടാക്കും? എന്താ പറയാ, ലണ്ടനിൽ ഉണ്ടാക്കും, ലണ്ടൻ സൊസൈറ്റി, പിന്നെ എന്താണ് മദ്രാസ് അസോസിയേഷൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കും. ഇതെല്ലാം കൂടി യോജിക്കാൻ എടുക്കുന്ന സമയമാണ് 1885. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അങ്ങനെ എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ് ആർക്ക് അനുകൂലമാണ്? ഇപ്പോ തൽക്കാലത്തേക്ക് ബ്രിട്ടീഷുകാർക്ക് അനുകൂലമാണ്. ഇത്രയും മനസ്സിലായ? ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഈ വ്യക്തികളെ വിളിക്കുന്ന പേരാണ് മോഡറേറ്റ്സ്, അല്ലെങ്കിൽ ഇവിടെ വിളിക്കുന്ന പേരാണ് മിതവാദി. അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്ന കാലഘട്ടത്തിന്റെ പേരാണ് മിതവാദി കാലഘട്ടം. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ. മിതവാദി കാലഘട്ടത്തിൽ എന്താണ് കോൺഗ്രസ് ചോദിച്ചത്? ആ ചോദിച്ച കാര്യത്തിന്റെ പേരാണ് പാർട്ടിസിപ്പേഷൻ ഇൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അപ്പൊ നമ്മളൊരു എന്ത് പഠിക്കും? മുദ്രാവാക്യം പഠിക്കും. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഓക്കെ. നോ ടാക്സ് വിത്തൗട്ട് റെപ്രസെന്റേഷൻ. ഈ ഐഡിയ കോൺഗ്രസിന് കിട്ടിയിരിക്കുന്നത് അമേരിക്കൻ വിപ്ലവത്തിൽ നിന്നാണ്. ഓക്കെ. 1885 മുതൽ 1905 വരെയുള്ള ഈ ഫേസിനെ വിളിക്കുന്ന പേരാണ് മോഡറേറ്റ് ഫേസ്, അല്ലെങ്കിൽ എന്ത് വിളിക്കും? മിതവാദി കാലഘട്ടം എന്ന് വിളിക്കും. അപ്പൊ നമുക്ക് ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ ബ്രിട്ടന്റെ ഭരണ സിസ്റ്റം ഒന്ന് മനസ്സിലാക്കാം. ഇന്ത്യ ഭരിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടൻ 2 ആളുകളെ, അല്ലെങ്കിൽ 2 പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നിന്റെ പേരാണ് വൈസ്രോയ് അല്ലെങ്കിൽ ഗവർണർ ജനറൽ. ഓക്കെ. തൽക്കാലം നമുക്ക് വൈസ്രോയ് എന്ന് വിളിക്കാം.
എന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വൈസ്രോയ് പൊന്നപ്പനാണ്, ഗവർണർ ജനറൽ തങ്കപ്പനാണെങ്കിൽ പൊന്നപ്പൻ തന്നെയാണ് തങ്കപ്പൻ, തങ്കപ്പൻ തന്നെയാണ് പൊന്നപ്പൻ. അപ്പൊ വൈസ്രോയ് എന്താണ്? ഗവർണർ ജനറലിന് ഈക്വൽ ആണ്. ഗവർണർ ജനറൽ എന്താണ്? വൈസ്രോയ്ക്ക് ഈക്വൽ ആണ്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അടുത്ത ആളുടെ പേരാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ഇത് നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെയാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ രണ്ട് രീതിയിലുള്ള അധ്യാപകരുണ്ട്. ഒന്ന് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് ഓൺലൈനിലൂടെയാണ്. ഈ ക്ലാസ് കാണുന്ന നിങ്ങൾ ഒരുപാട് പേര് ഓഫ്ലൈൻ കോച്ചിങ്ങിൽ നിന്ന് പോകുന്നുണ്ടാവും. അപ്പൊ ഓഫ്ലൈൻ കോച്ചിങ്ങിൽ പോകുന്ന ഒരു അധ്യാപകനാണോ നിങ്ങളുടെ പുറത്ത് കൂടുതൽ കൺട്രോൾ ഉണ്ടാവുക, അതോ ഓൺലൈനായിട്ട് ഇരിക്കുന്ന എനിക്കാണോ കൂടുതൽ കൺട്രോൾ ഉണ്ടാവുക എന്നാണ് ചോദ്യം. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരം നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. ആർക്കാണ് കൺട്രോൾ ഉണ്ടാവുക? ഓഫ്ലൈനിൽ ഇരിക്കുന്ന ആൾക്കാണ് കൺട്രോൾ ഉണ്ടാവുക. അപ്പൊ ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന വ്യക്തി എവിടെ ഇരിക്കും? ലണ്ടനിലിരിക്കും. ഓക്കെ. വൈസ്രോയ് എന്ന് പറയുന്ന വ്യക്തി എവിടെ ഇരിക്കും? ഇന്ത്യയിലിരിക്കും. വൈസ്രോയ് ആണ് എന്ത്? ഇന്ത്യയിലെ ഹെഡ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് എന്ത്? ബ്രിട്ടനിലെ ഹെഡ്. രണ്ടുപേരും സെയിം ആണോ? അതെ. വൈസ്രോയ് എന്ന് പറയുന്ന ആള് ഓഫ്ലൈനിലെ സാറാണെങ്കിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ആളെന്താ? ഓൺലൈനിലെ സാറാണ്. ഇത്രയും കാര്യം മനസ്സിലായോ? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് പറഞ്ഞ ആളെന്താ? ഓൺലൈനിലെ സാറാണ്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? രണ്ടുപേരും സാറന്നല്ലേ? രണ്ടുപേരും പഠിപ്പിക്കണല്ലേ? രണ്ടുപേർക്കും നിങ്ങൾക്ക് ബഹുമാനം കിട്ടുമല്ലോ, നിങ്ങൾ ബഹുമാനം കൊടുക്കുമല്ലോ. എന്നാലും ഒരു പടി മുമ്പിൽ ആരായിരിക്കും? ഈ ഓൺലൈൻ എടുക്കുന്ന ഞാനാണോ? അല്ല. ഓഫ്ലൈൻ എടുക്കുന്ന സാറല്ലേ ഒരു പടി മുമ്പിലുള്ളത്? അല്ലേ? അങ്ങനെയല്ലേ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ വൈസ്രോയ് എന്താണ്? ഒരു പടി മുമ്പിലാണ്. എന്തുകൊണ്ടാ? ഇവിടെ ഡയറക്റ്റ് ആയിട്ട് അദ്ദേഹം ഭരിക്കുന്നു. മറ്റേ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ലണ്ടൻ എന്താണ്? ഫോൺ വിളിക്കുകയാണ്. അപ്പൊ ഫോൺ വിളിക്കുമ്പോൾ എന്താ അവിടുന്ന്? വൈസ്രോയ് കമ്പിളി പോപ്പേ കേൾക്കുന്നില്ല കഴിഞ്ഞ്. ഓക്കെ. അപ്പൊ അതല്ലേ സിറ്റുവേഷൻ ഉണ്ടാവുക ആണ്. ഇനി ഈ വൈസ്രോയ്ക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റുമോ? ഇല്ല മക്കളെ, ഇല്ല. അങ്ങനെ വൈസ്രോയ്ക്ക് ഭരിക്കണമെങ്കിൽ എന്ത് വേണം? ഇവിടെ രണ്ട് കൗൺസിൽ വേണം. ഒരു കൗൺസിലിന്റെ പേരാണ് എന്ത്? എക്സിക്യൂട്ടീവ് കൗൺസിൽ. ഒരു കൗൺസിലിന്റെ പേരാണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അപ്പൊ നമുക്ക് അതിലോട്ട് വരാം. ഓക്കെ അല്ലേ? ഈ രണ്ട് കൗൺസിൽ ഉണ്ട്. രണ്ട് കൗൺസിൽ, ഒരു കൗൺസിലിന്റെ പേര് എക്സിക്യൂട്ടീവ് കൗൺസിൽ, ഒരു കൗൺസിലിന്റെ പേര് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. 1946 ആവുന്ന സമയത്ത്, തൊട്ടടുത്ത വർഷം ഇന്ത്യക്ക് എന്താ സ്വാതന്ത്ര്യം കിട്ടാൻ പോവാണ്. 1946 ആവുന്ന സമയത്ത് എക്സിക്യൂട്ടീവ് കൗൺസിൽ എത്ര പേരാ ഉള്ളത്? 14 പേരാണ് ഉള്ളത്. ഓക്കെ. അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട്, ഈ 14 പേരുള്ള ഈ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഇന്ത്യക്കാർക്ക് പാർട്ടിസിപ്പേഷൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ തരുമോ? ഇല്ലല്ലോ. തന്നാ സ്വാതന്ത്ര്യമായില്ലേ? ഓക്കെ അല്ലേ? അവർ തരില്ല. അവരെവിടേക്കാ പാർട്ടിസിപ്പേഷൻ കൊടുക്കുക? ലെജിസ്ലേറ്റീവ് കൗൺസിലേക്കാണ് പാർട്ടിസിപ്പേഷൻ കൊടുക്കുക. അപ്പൊ ലോജിക്കായ ഒരു കാര്യമല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ മോഡറേറ്റ്സ് എന്ത് ചോദിച്ച്? പാർട്ടിസിപ്പേഷൻ ചോദിച്ചു. അവര് പ്രാതിനിധ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ആ പ്രാതിനിധ്യം എവിടേക്കാ ചോദിച്ചത്? ലെജിസ്ലേറ്റീവ് കൗൺസിലേക്കാണ് ചോദിച്ചത്. എവിടേക്കല്ല? എക്സിക്യൂട്ടീവ് കൗൺസിലേക്കല്ല ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് ബംഗാൾ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. 1921 ബംഗാൾ ലെജിസ്ലേറ്റീവ് കൗൺസിലാണ് ഈ കാണുന്നത്. സാർ ചിത്രം ഒന്നും ക്ലിയർ അല്ല. നോ പ്രോബ്ലം. അത് ക്ലിയർ ആവുന്ന ആളെ കാണുന്നില്ല. ഓക്കെ, നോ പ്രോബ്ലം. ഇതിൽ കുറെ കോട്ടും സൂട്ടിന് ആളെ കാണുന്നുണ്ടാ? ഉണ്ട്. കുറെ ഇടയിൽ കുറെ തലപ്പായിട്ടുള്ള ഇന്ത്യക്കാരെ കാണുന്നുണ്ടാ? ഉണ്ട്. അപ്പൊ ഇന്ത്യക്കാര് എവിടെയുണ്ട്? ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഉണ്ട്. ഇതാണ് പ്രാതിനിധ്യം. എക്സിക്യൂട്ടീവ് കൗൺസിൽ നോക്കിയേ, 14 പേരിലുള്ളൂ. ഇവിടേക്ക് ഇന്ത്യക്കാർ വന്നു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ? അതെ. ഓക്കെ. അപ്പൊ ഇവിടേക്ക് ഇന്ത്യക്കാർ വരില്ല. അവർ വരാൻ പോകുന്ന വർഷം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പറയേണ്ട വർഷമാണ് 1946. ഈ സമയത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ആ സമിതിയുടെ പേരാണ് ഭരണഘടനാ സമിതി, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എന്ന് പറയും. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലില് 14 പേരിൽ 12 പേര് നമ്മൾ എന്താക്കും? ഇന്ത്യക്കാരാക്കും. ഓക്കെ. വൈസ്രോയും കമാൻഡർ ഇൻ ചീഫും മാത്രമേ എന്തുണ്ടാവുള്ളൂ? എന്താ അതിന്റെ പേര്? ബ്രിട്ടീഷുകാർ ഉണ്ടാവുള്ളൂ. ഓക്കെ. അത് മാറുന്നത് എപ്പോഴാണ്? 1947 മാറുക. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കോൺഗ്രസ് ചോദിക്കാൻ പോകുന്ന കോൺഗ്രസിന്റെ ഒന്നാമത്തെ ആവശ്യം പാർട്ടിസിപ്പേഷൻ വേണം. എവിടേക്കുള്ളത്? ലെജിസ്ലേറ്റീവ് കൗൺസിലേക്കുള്ളത്. കറക്റ്റ് അല്ലേ? അതെ.
അപ്പൊ കോൺഗ്രസ് ഫ്രീഡം ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അവർക്ക് ബ്രിട്ടീഷുകാർ എന്ത് വിട്ട് പോണോ? വേണ്ട. ബ്രിട്ടീഷുകാർ എന്ത് വേണം? ഇവിടെ ഭരിക്കണം. എന്നാലേ ഇവിടെ എന്തുണ്ടാവുള്ളൂ? ഡെമോക്രസി ഉണ്ടാവുള്ളൂ, റൂൾ ഓഫ് ലോ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ അല്ല ഉണ്ടാവുക, അതായത് എന്താ, നിയമമല്ല ഭരിക്കുക. ആരാ ഭരിക്കുക? രാജാവാണ് ഭരിക്കുക. അത് വേണ്ട. അവർക്ക് എന്ത് വേണം? ഈ നിയമം ഉണ്ടാക്കാനുള്ള പ്രോസസ്സിൽ എന്ത് വേണം? ആക്ച്വലി പ്രാതിനിധ്യം വേണം. ആ പ്രാതിനിധ്യത്തിന് അവർ നോക്കാൻ പോകുന്ന ആ സ്ഥലത്തിന്റെ പേരെന്താ? എക്സിക്യൂട്ടീവ് കൗൺസിൽ ആണോ അതോ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആണോ? ലെജിസ്ലേറ്റീവ് കൗൺസിൽ. എന്തുകൊണ്ടാ? ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആള് കൂടുതലാണ്, എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്താ? ആള് കുറവാണ്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ? അതെ സർ, ഒറ്റ കാര്യം അവർ ചോദിച്ചിട്ടുള്ളൂ? അല്ല, 3-4 കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒന്നെന്താ ചെയ്യാൻ പോകുന്നത്? പ്രൊവിൻഷ്യൽ കൗൺസിലിനെ ഓർഗനൈസ് ചെയ്യുക. പ്രൊവിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കണ്ട ലെജിസ്ലേറ്റീവ് കൗൺസിൽ എവിടെയാ ഉള്ളത്? ബംഗാളിലാണുള്ളത്. ഓക്കെ, ബ്രിട്ടീഷുകാർ ഇന്ത്യയെ 2 സെക്ഷൻ ആക്കിയിട്ടാണ് ഭരിക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ സെക്ഷന്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവിശ്യ അല്ലെങ്കിൽ പ്രൊവിയൻസ്. രണ്ടാമത്തെ സെക്ഷന്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുരാജ്യം അല്ലെങ്കിൽ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്നാണ് പറയുക. എന്റെ ഫേവറേറ്റ് എക്സാമ്പിൾ, കേരളത്തിൽ നമുക്ക് 3ആയി ഡിവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കൊച്ചി നാട്ടുരാജ്യമുണ്ട്, തിരുവിതാംകൂർ നാട്ടുരാജ്യമുണ്ട്, പക്ഷെ എന്തില്ല? മലബാർ രാജ്യമില്ല. ഓക്കെ, മലബാർ എന്താ? ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ മലബാറിനെ വിളിക്കുന്ന പേരാണ് പ്രവിശ്യ. തിരുവിതാംകൂറിൽ രാജവംശമുണ്ട്, കൊച്ചിയിൽ രാജവംശമുണ്ട്, മലബാറിൽ രാജവംശം ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മലബാറിനെ വിളിക്കുന്നവരാണ് പ്രവിശ്യ. പ്രധാനമായിട്ട് നിങ്ങൾക്ക് 3 പ്രവിശ്യയാണ് പഠിക്കാനുള്ളത്. ഒന്നിന്റെ പേര് ബംഗാൾ, രണ്ടാമത്തെ പേര് എന്താണ്? ആക്ച്വലി ബോംബെ, മൂന്നാമത്തെ പേര് മദ്രാസ്. ഈ 3 പ്രധാനപ്പെട്ട പ്രവിശ്യയാണ് പഠിക്കാനുള്ളത്. അപ്പൊ ആ പ്രവിശ്യകളുള്ള കൗൺസിലിനെ എന്ത് ചെയ്യുക? എക്സ്പാൻഡ് ചെയ്യുക. ഓക്കെ, അവിടെ എന്ത് വേണം? പ്രൊവിൻഷ്യൽ കൗൺസിൽസ് വേണം. അവിടെ ആർക്ക് പ്രാതിനിധ്യം കിട്ടണം? ഇന്ത്യക്കാർക്ക് പ്രാതിനിധ്യം കിട്ടണം. ഇതാണ് കോൺഗ്രസ് ചോദിക്കുന്ന പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം. ഓക്കെ അല്ലേ? അപ്പൊ ഇവര് പഠിച്ചവരല്ലേ? ആണ്. പഠിച്ച നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യത്തിന്റെ പേരെന്താ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയാൻ പോകുന്ന സംഭവത്തിന്റെ പേരെന്താ? ജോലി. അങ്ങനെയാണെങ്കിൽ ICS എക്സാം, ഇന്ത്യൻ സിവിൽ സർവീസ്. ഓക്കെ, ഇന്നത്തെ ഓൾ ഇന്ത്യ സർവീസിന്റെ എന്താണ്? പഴയ പേരാണ് ഇന്ത്യൻ സിവിൽ സർവീസ്. ആ എക്സാം ഇംഗ്ലണ്ടിലും ഇന്ത്യയിലും എന്ത് ചെയ്യണം? ഒരുമിച്ച് നടത്തണം. അതിനു വേണ്ടിയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ, അതായത് അവർക്ക് എഴുതാനുള്ള ആളുകളുടെ ഏജ് ലിമിറ്റ് എന്ത് ചെയ്യണം? കൂട്ടണം. 21 വയസ്സാക്കാനാണ് പറയുന്നത്, വേറെ ഒന്നുമില്ല. ഓക്കെ അല്ലെ? ഇന്നത്തെ പോലെ PSC പോലെ 10-36 വയസ്സൊന്നും അല്ല, 21 വയസ്സാക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യം ഓക്കെയാണ്. നമ്മുടെ UPSC പോലെ 32 അല്ല, ഒരു 21 ആക്കി തരും എന്നാണ് പറയുന്നത്, 19 21 ആക്കാൻ. ഓക്കെ അല്ലെ? ഇതാണ് അവർ ആദ്യകാലം ചോദിക്കുന്ന കാര്യങ്ങളുള്ളത്. ഓക്കെ, പിന്നെ അടുത്ത കാര്യം എന്താണ്? ആക്ച്വലി ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്യണം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഭരണഘടന ഡിസ്കസ് ചെയ്യണം. ഒന്നാമത്തെ സംഭവത്തിന്റെ പേര് ജുഡീഷ്യറി, രണ്ടാമത്തെ സംഭവത്തിന്റെ പേര് എക്സിക്യൂട്ടീവ്. അപ്പൊ നമുക്ക് എന്താണ് ജുഡീഷ്യറി, എന്താണ് എക്സിക്യൂട്ടീവ് എന്ന് എന്ത് ചെയ്യാം? നോക്കാവുന്നതാണ്. ഓക്കെ, ജുഡീഷ്യറി എന്ന് വെച്ചാൽ കോടതി. ഇനി എന്താണ് എക്സിക്യൂട്ടീവ് നമുക്ക് നോക്കാം. എക്സിക്യൂട്ടീവ് നമുക്ക് സ്റ്റേറ്റ് ലെവലിൽ എടുക്കാം, എന്തെടുക്കാം? സെൻട്രൽ ലെവലിൽ എടുക്കാം. ഇപ്പൊ എല്ലാം കൂടി പറയാൻ കൺഫ്യൂഷൻ ആവും. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? സെൻട്രൽ ലെവലിൽ എടുക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ലോകസഭയിലേക്ക് പോയി, ഓക്കെ, അല്ലെങ്കിൽ എവിടേക്ക് പോയി? ആക്ച്വലി എന്താ പറയാ, പാർലമെന്റിലോട്ട് പോയി. ഈ പാർലമെന്റ് നിങ്ങൾക്ക് 2 സഭയുണ്ട്. ഓക്കെ, ഒന്ന് ലോകസഭ, ഒന്ന് രാജ്യസഭ. ആ സ്ഥലത്ത് നിങ്ങൾ ലോകസഭയ്ക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പ്രധാനമന്ത്രിയും മന്ത്രിമാരെയും കാണും. ബാക്കി എല്ലാവരും എന്തായിരിക്കും? MP-മാരായിരിക്കും. ഓക്കെ, അപ്പൊ പ്രധാനമന്ത്രിയോ മന്ത്രിമാരോ അല്ലാതെ ബാക്കിയുള്ള എല്ലാവരെയും വിളിക്കുന്ന പേരാണ് ലെജിസ്ലേച്ചർ. ഓക്കെ, നിയമനിർമ്മാണ വിഭാഗം എന്നവരെ മലയാളത്തിൽ വിളിക്കും. അപ്പൊ പ്രധാനമന്ത്രിയും മന്ത്രിമാരെയും വിളിക്കുന്ന പേരാണ് കാര്യനിർവഹണ വിഭാഗം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് നമ്മൾ അവരെ വിളിക്കും. ഇനി അവർ അവിടെ കിടന്ന് നിയമം ഉണ്ടാക്കിയത് കൊണ്ട് കാര്യങ്ങളൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല. കാര്യം നടക്കണമെങ്കിൽ എന്ത് വേണം? ഉദ്യോഗസ്ഥർ വേണം. അപ്പൊ നിങ്ങളടക്കമുള്ള PSCക്ക് പഠിക്കുന്ന അടക്കമുള്ള ഇന്ത്യയിലെ എല്ലാ ഉദ്യോഗസ്ഥരും ഏതിൽ വരും? എക്സിക്യൂട്ടീവിൽ വരും എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട്, ഒരു SI ഉണ്ട്, നിങ്ങൾ റോഡിലൂടെ നടന്നു പോയിരുന്നു. ഓക്കെ, ആ SI എന്ത് ചെയ്തു? നിങ്ങളെ പിടിച്ച് അകത്തിട്ട്, ഒരു കാരണമില്ലാത്ത. അങ്ങനെയാണെങ്കിൽ ആ SIക്കെതിരെ ഇപ്പോൾ 2025 നിങ്ങൾ എവിടെയാണ് കേസ് കൊടുക്കുക? കോടതിയിൽ കേസ് കൊടുക്കും. ആ SIയുടെ കയ്യിൽ തന്നെയാണ് കോടതിയിലെ പവർ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പ്രശ്നമല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിക്യൂട്ടീവിന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യണം? ജുഡീഷ്യറിയുടെ പവർ സെപ്പറേറ്റ് ആയിട്ട് വെക്കണം.
ജുഡീഷ്യറി ഉണ്ടാക്കിയിരിക്കുന്നതിന് എന്തിനു വേണ്ടിട്ടാ മക്കളെ? എക്സിക്യൂട്ടീവിനെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഒരു മന്ത്രി ഇത് ചെയ്തില്ല, അല്ലെങ്കിൽ IAS ഓഫീസർ ഇത് ചെയ്തില്ല, ഒരു ഉദ്യോഗസ്ഥൻ ഇത് ചെയ്തില്ല, എന്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാനുള്ള ഒരു സ്ഥലത്തിന്റെ പേരല്ലേ ജുഡീഷ്യറി അല്ലെങ്കിൽ നീതിന്യായ വിഭാഗം. അതിന് രണ്ടിനും എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്യണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് സംഭവമാണ് ദ റിപ്പീൽ ഓഫ് ആംസ് ആക്ട്. ആംസ് ആക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ തോക്ക് വെക്കണം. ഓക്കെ സർ, കയ്യിൽ തോക്ക് വെക്കാൻ എന്താ വേണ്ടത്? ലൈസൻസ് വേണം. അതൊരു നല്ല കാര്യമല്ല സർ? അതെ, ലൈസൻസ് വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ലൈസൻസ് വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും വെക്കണം. ബ്രിട്ടീഷുകാർക്ക് എന്താണ്? ഒരു പ്രശ്നമില്ല, അവർക്ക് തോക്ക് കയ്യിൽ വെക്കാം. ഇന്ത്യക്കാർക്കാണ് എന്ത്? 100,000 പേപ്പർ, 100,000 കാര്യങ്ങൾ എല്ലാം ചെയ്തതിന് ശേഷം അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ലൈസൻസ് തരും. ഇങ്ങനെയൊക്കെ ചെയ്യാവോ? ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ആര് ചോദിച്ചു? കോൺഗ്രസ് ചോദിച്ചു. ഓക്കെ, ഇനി അടുത്ത എന്താ? ഹയർ പോസ്റ്റിൽ, ആർമിയിലെ ഹയർ പോസ്റ്റിൽ ആരെ വെക്കണം? ഇന്ത്യൻസിനെ വെക്കണം. ഓക്കെ, ഇതൊക്കെയാണ് ആര് ചോദിക്കുന്നത്? കോൺഗ്രസ് ഏർലി സ്റ്റേജ് ചോദിക്കുന്നത്. സാർ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? മിലിറ്ററി എക്സ്പെൻഡിച്ചർ കുറയ്ക്കണം. ഓക്കെ, പെർമനന്റ് സെറ്റിൽമെന്റ് എന്നൊരു സംഭവമുണ്ട്. എന്താണ് ഈ പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഒരു ജമീന്ദാറുണ്ട്. ഈ ജമീന്ദാറാണ് എല്ലാവരുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുക? ടാക്സ് പിടിക്കുക. എന്നിട്ട് ആ ടാക്സ് എന്ത് ചെയ്യും? ആ ടാക്സ് അവർ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കും. അപ്പൊ ഈ ജമീന്ദാർമാരുടെ ഈ പെർമനന്റ് സെറ്റിൽമെന്റ് സാധാരണഗതിയിൽ ബംഗാളിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അത് എന്ത് ചെയ്യണം? ഇന്ത്യ മുഴുവൻ സ്പ്രെഡ് ചെയ്യണം എന്ന് ആര് പറഞ്ഞു? കോൺഗ്രസ് പറഞ്ഞു. ഓക്കെ, ഫ്രീഡം ഓഫ് സ്പീച്ച് വേണം, സംസാരിക്കാനുള്ള എന്ത് വേണം? പ്രൊവിഷൻ വേണം. അതില്ലാണ്ട് പരിപാടിയില്ല. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. ടാക്സ് ഇല്ലാതെ എന്തില്ല? റെപ്രസെന്റേഷൻ ഇല്ല, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഇത്രയും കാര്യങ്ങളാണ് ആര് പറഞ്ഞത്? കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എപ്പ മക്കളെ? ഇവിടെ വൃത്തിയായി എഴുതിയിട്ടുണ്ട് ഏർലി സ്റ്റേജസ്. ആരാണ് ഈ ഏർലി സ്റ്റേജസിലുള്ളത്? ഫേസ് 1 ആണ്, മോഡറേറ്റ് ഫേസ് ആണ്. കോൺഗ്രസ് ആസ്ക് ഫോർ പാർട്ടിസിപ്പേഷൻ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പൊ ഇനി ഇവിടുത്തെ നിങ്ങൾ ക്വസ്റ്റ്യൻ വീണ്ടും പറഞ്ഞു. ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് എ ഡിമാൻഡ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇൻ ദ ബിഗിനിങ്? ഓക്കെ, എ എക്സ്പാൻഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അങ്ങനെ തന്നെയില്ലേ? എക്സിക്യൂട്ടീവ് കൗൺസിൽ എക്സ്പാൻഡ് ചെയ്യാൻ അവർ പറഞ്ഞിട്ടില്ല. ഓക്കെ അല്ലെ? അല്ലെങ്കിൽ എന്ത് പറയും? എക്സിക്യൂട്ടീവ് കൗൺസിൽ ഒരു പ്രാതിനിധ്യം ചോദിച്ചിട്ടില്ല. അത് ചോദിക്കൂല, കാരണം കിട്ടില്ല അവർക്ക് നന്നായിട്ട് അറിയാം. കാരണം അവിടെ ആള് കുറവാണ്. കറക്റ്റ് അല്ലേ? അതെ. ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്താണ്? ആള് കൂടുതലാണ്. അത് എവിടെ ഉണ്ടാക്കണം? പ്രൊവിൻഷ്യൽ കൗൺസിൽ ഉണ്ടാക്കണം. എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? ആക്ച്വലി ബ്രിട്ടീഷുകാർ നേരിട്ട് വരുന്ന സ്ഥലങ്ങളിൽ എന്ത് വേണം? ഈ ലെജിസ്ലേറ്റീവ് കൗൺസിൽ വേണം. കറക്റ്റ് അല്ലേ? ഓക്കെ, അതിനുവേണ്ടി ഉണ്ടാക്കാൻ പോകുന്ന ആക്ടിന്റെ പേരാണ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1919 ആക്ട്. ഓക്കെ, 1909 ആക്ട്. അതിൽ ഏതോ ഒന്നാണ്, നോക്കിയിട്ട് പറയാം. കറക്റ്റ്. ബി റിഡക്ഷൻ ഓഫ് മിലിറ്ററി എക്സ്പെൻഡിച്ചർ. അത് പറഞ്ഞിട്ടില്ലേ? മിലിറ്ററി എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യണം? കുറയ്ക്കണം. സി റൈസിംഗ് ഓഫ് ഏജ് ലിമിറ്റ് ഫോർ കാൻഡിഡേറ്റ്സ് ഓഫ് പബ്ലിക് സർവീസ് എക്സാമിനേഷൻ. പറഞ്ഞല്ലോ, ICS എക്സാംസ് ലണ്ടനിലും ഇന്ത്യയിലും എന്ത് ചെയ്യുക? ഒരേ സമയത്ത് നടത്തുക. അതേപോലെ എന്ത് ചെയ്യണം? ആക്ച്വലി അവിടെ ഏജ് ലിമിറ്റ് കൂട്ടണം. കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ചോദിച്ചിട്ടില്ല മക്കളെ, ചോദിച്ചിട്ടില്ല. ഓക്കെ അല്ലെ? അതിന് കാരണം എന്താ ചോദിച്ചാൽ ഇവിടെ ഈ ഇത്രയും നേരം പഠിച്ച എല്ലാം പറയണേ. ഓക്കെ അല്ലെ? ഈ കോസ് ഒന്നും അല്ല. ഇതിന്റെ 1857 കോസിന്റെ കാരണം എന്താ? ഈ ഫീമെയിൽ ഇൻഫാന്റിസൈഡും ഹിന്ദു റീമാരേജ് ഒക്കെ ഇവർക്ക് വേണം. അവർക്ക് ബ്രിട്ടീഷ് അവിടെ നിന്ന് പോണ്ട. അവര് മിഡിൽ ക്ലാസ് എന്ത് ചെയ്തിട്ടില്ല? എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ്, അതും വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ് എന്ത് ചെയ്തിട്ടില്ല? ഈ വിപ്ലവത്തെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അവരുണ്ടാക്കുന്നതാണ് കോൺഗ്രസ്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് എന്ത് ചോദിക്കില്ല? കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ചോദിക്കില്ല. ഇത്രയും കാര്യം മനസ്സിലായോ? ഓക്കെ, അപ്പൊ അവരെന്ത് ചെയ്തിട്ടില്ല? കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ചോദിച്ചിട്ടില്ല. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ. അപ്പൊ എപ്പോഴാണ് സാർ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ചോദിക്കുക? കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് നമ്മൾ അങ്ങനെ ഹിന്ദിയിൽ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പേരെന്താ? പൂർണ്ണ സ്വരാജ്. അപ്പൊ എപ്പോഴാണ് ചോദിക്കുക? ഗാന്ധിയൻ ഫേസിലാണ് ചോദിക്കുക. പൂർണ്ണ സ്വരാജ് ചോദിക്കാൻ പോകുന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ പേരെന്താ? 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനം എന്നാണ് അതിനെ വിളിക്കാൻ വേണ്ടി പോകുന്നത്. കറക്റ്റ് അല്ലേ? അതെ. ഓക്കെ, അപ്പൊ അടുത്ത അപ്പോ ഫേസ് 2 സ്വരാജ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട്, സ്വരാജ് എന്ന് വെച്ചാൽ പൂർണ്ണമായ സ്വാതന്ത്ര്യമാണോ? അല്ല. സ്വരാജ് പൂർണ്ണമായ സ്വാതന്ത്ര്യമാണെങ്കിൽ എന്തിനാണ് 1929 പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞൊരു സംഭവം അങ്ങോട്ട് ഇറക്കണത്? സ്വരാജ് തന്നെ പറഞ്ഞാ പോരെ? കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നോട് പറ, സ്വരാജ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, പറഞ്ഞോ. കറക്റ്റ്. ഓക്കെ, അതിന്റെ പേരാണ് പുത്രിക രാജ്യ പദവി അല്ലെങ്കിൽ ഡൊമിനിയൻ സ്റ്റാറ്റസ്.
ഇനി എന്റെ കൂടെ പറ, എന്താ ഡൊമിനിയൻ സ്റ്റാറ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 അധികാരം. ഏതൊക്കെയാണ് അധികാരം? 1 വിദേശകാര്യം, 2 നയതന്ത്ര ബന്ധം, മൂന്നാമത്തെ എന്താണ്? വിദേശകാര്യം, നയതന്ത്ര ബന്ധം, രാജ്യസുരക്ഷ അല്ലെങ്കിൽ ഡിഫൻസ്. ഇത് 3 ആരുടെ കയ്യിലായിരിക്കും? ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരിക്കും. ബ്രിട്ടീഷ് രാജാവായിരിക്കും ഇവിടുത്തെ എന്താ പറയാ അധികാരി, വൈസ്രോയ് ഉണ്ടാവും. അതിന്റെ താഴെ എല്ലാവരുടെയും എന്ത് ചെയ്യാ, ആരായിരിക്കും ഭരിക്കാൻ പോണത്? ഇന്ത്യക്കാരായിരിക്കും ഭരിക്കാൻ പോണത്. അപ്പൊ ഇന്ത്യക്കാർ എന്ത് ചെയ്യും? ഇവിടെ ഇരുന്ന് ഭരിക്കും. പക്ഷെ നമ്മുടെ തലവൻ ആരായിരിക്കും? ബ്രിട്ടീഷ് രാജാവ് തന്നെയായിരിക്കും. അതിൽ യാതൊരുവിധ ഡൗട്ടും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. ക്ലിയർ അല്ലേ? ഓക്കെ, അതിന്റെ പേരാണ് സ്വരാജ്, സ്വയം ഭരണം എന്ന് പറഞ്ഞ് വിളിക്കും. ഓക്കെ, ഇത് പ്രധാനമായി കൊണ്ടുവന്ന 2 പേരുണ്ട്. ഒരാളുടെ പേരാണ് ബാലഗംഗാധര തിലകൻ, ഒരാളുടെ പേരാണ് ആനി ബസന്റ്. അവർ ചോദിച്ച സാധനത്തിന്റെ പേരാണ് ഹോം റൂൾ. ഓക്കെ, എന്ന് വെച്ചാൽ എന്താ? സ്വയം ഭരണം. അപ്പൊ ഇതിന് വിളിക്കാൻ പോകുന്ന പേര്, അവർ നടത്താൻ പോകുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് ഹോം റൂൾ പ്രസ്ഥാനം. ഓക്കെ മക്കളെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ്ട സ്റ്റോറി വൈസ് ആണ്ട പഠിക്കുക. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റിവൈസ് ചെയ്യുന്നുണ്ട്. എന്റെ കൂടെ വരണം. ഓക്കെ, എല്ലാം ക്വസ്റ്റ്യൻ ചോദിച്ചാണ്. ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? തിരിച്ചും മറിച്ചും ചോദിക്കാം. അവർ തിരിച്ചും മറിച്ചും ചോദിക്കും. നമുക്ക് ഒരു പ്രശ്നം നമ്മൾ എന്ത് ചെയ്യും? അടിപൊളിയായിട്ട് പഠിക്കും. ക്ലിയർ അല്ലേ? അതെ, അത്രയും കാര്യം കിട്ടിയില്ലേ? കിട്ടി. ഓക്കെ സാർ, ഈ ഐഡിയാസ് ഒക്കെ അവർക്ക് എവിടെന്നാ കിട്ടിയത്? അതായത് എന്ത് ചെയ്യണം? ഏജ് ലിമിറ്റ് കുറയ്ക്കണം, അല്ല മിലിറ്ററി എക്സ്പെൻഡിച്ചർ കുറയ്ക്കണം, ടാക്സ് റെഡിയാക്കണം എന്നൊക്കെ അവർക്ക് എവിടെന്നാ കിട്ടിയത്? ഇതെല്ലാം പറഞ്ഞു കൊടുത്തത് കോൺഗ്രസിന് തലതൊട്ടപ്പൻ അല്ലെങ്കിൽ മിതവാദികളുടെ എന്താണ് ഹെഡ്, അല്ലെങ്കിൽ കോൺഗ്രസിന് തന്നെ എന്താണ് ഹെഡ് ആയിട്ടുള്ള ദാദാഭായ് നവറോജിയാണ്. അദ്ദേഹം പറഞ്ഞ ആ തിയറിയുടെ പേരാണ് ഡ്രൈൻ തിയറി. ഡ്രൈൻ തിയറി എന്ന് വെച്ചാൽ എന്താ? ചോർച്ചാ സിദ്ധാന്തം. ഓക്കെ, ഈ ചോർച്ചാ സിദ്ധാന്തം ഏകദേശം എല്ലാവരും എന്ത് ചെയ്തു? ആക്സെപ്റ്റ് ചെയ്തു. ഒരാൾ മാത്രം അതിനെ ആക്സെപ്റ്റ് ചെയ്തില്ല. ചെയ്യാത്ത ആളുടെ പേരാണ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. സെയ്ദ് അഹമ്മദ് ഖാൻ എന്ത് ചെയ്തില്ല? ഇതിനെ ആക്സെപ്റ്റ് ചെയ്തില്ല. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ, ദ കോൺഗ്രസ് പോളിസി ഓഫ് പ്രേ ആൻഡ് പെറ്റീഷൻ അൾട്ടിമേറ്റ്ലി കെയിം ടു ആൻ എൻഡ് അണ്ടർ ദ ഗൈഡൻസ് ഓഫ്. ആ ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുമ്പ് അതിന്റെ കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാം. അതായത് കോൺഗ്രസിന്റെ ഫേസ് 1 നിന്ന് കോൺഗ്രസ് പാർട്ടിസിപ്പേഷൻ ചോദിക്കുന്നത്. അങ്ങനെയാണ് അവർ ബ്രിട്ടീഷുകാർക്കെതിരെ എന്ത് ചെയ്യില്ല? സമരമൊന്നും ചെയ്യാൻ വേണ്ടി പോകില്ല. അവർ ജസ്റ്റ് കത്ത് എഴുതാണ് ചെയ്യുക. ആസ് ഐ ആം സഫറിംഗ് ഫ്രം ഫീവർ ആൻഡ് ഹെഡ് ഏക്ക്, കൈൻഡ്ലി ഗീവ് മീ 1 day ലീവ്. മൊത്തം എന്ത് ചെയ്യും? കത്ത് എഴുതി കൊടുക്കും. ഓക്കെ ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഓക്കെ, വീണ്ടും എന്ത് ചെയ്യുക? കത്ത് എഴുതുക. ഈ പരിപാടിയാണ് മോഡറേറ്റ് ഫേസിൽ ഉണ്ടായിരുന്നത്. അതിനെ മാറ്റിയ ഫേസ് ആണ് എക്സ്ട്രീമിസ്റ്റ് ഫേസ്. ഓക്കെ, അതായത് എന്ത്? തീവ്രവാദി ഫേസ്. മിതവാദി കാലഘട്ടത്തിൽ നിന്ന് ഫേസ് 2 ആയിട്ടുള്ള തീവ്രവാദി കാലഘട്ടത്തിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. കറക്റ്റ് അല്ലേ? അതിന് ആരാണ് കാരണം എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. അരബിന്ദോ ഘോഷ്, ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, മഹാത്മാഗാന്ധി. ഗാന്ധിജി അപ്പൊ സീനിലില്ല. കാരണം 1905 തീവ്രവാദി എന്ത് ചെയ്യുക? ഈ സിറ്റുവേഷൻ മാറാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അരബിന്ദോ ഘോഷ് ഉണ്ട്, ബാലഗംഗാധര തിലക് ഉണ്ട്, ലാലാ ലജ്പത് റായ് ഉണ്ട്. ഇവർ വിളിക്കുന്ന പേരാണ് എക്സ്ട്രീമിസ്റ്റ് അല്ലെങ്കിൽ തീവ്രവാദി. ഓക്കെ, ഇവര് എല്ലാവരും ഉണ്ട് കേട്ടാ. ഓക്കെ, എല്ലാവരും അതിലുണ്ട്. കറക്റ്റ് ആണല്ലോ. പക്ഷേ അതിന്റെ കാരണം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വരാജ് എന്ന് പറഞ്ഞ ഐഡിയ കൊണ്ടുവന്ന മനുഷ്യനാണ് നിങ്ങൾ ടിക്ക് ചെയ്യേണ്ടത്. അദ്ദേഹത്തിന്റെ പേരാണ് എന്ത്? ബാലഗംഗാധര തിലക്. അപ്പൊ എന്തുകൊണ്ടാണ് ലാലാ ലജ്പത് റായും അരവിന്ദോ ഘോഷും എക്സ്ട്രീമിസ്റ്റ് ആയിട്ടും തീവ്രവാദി ആയിട്ടും നമ്മൾ ഉൾപ്പെടാറുന്നത്? മുമ്പ് ചോദിച്ച പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞ ഐഡിയനെ മാറ്റിയിട്ട് എല്ലാ മക്കളെയും നിങ്ങൾ പാർട്ടിസിപ്പേഷൻ അല്ല ചോദിക്കേണ്ടത്. നിങ്ങൾ ചോദിക്കേണ്ടത് എന്താ? സ്വരാജ് ആണ് എന്ന് പറഞ്ഞ് കോൺഗ്രസിന് മാത്രമല്ല ഇന്ത്യക്ക് മുഴുവൻ ഇതാണ് ചോദിക്കേണ്ടതെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത മനുഷ്യന്റെ പേരാണ് ബാലഗംഗാധര തിലക്. മക്കളെ, സ്വരാജ് അല്ല വേണ്ട, നമുക്ക് വേണ്ടത് എന്താണ്? പൂർണ്ണ സ്വരാജ് ആണ് എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച മഹാനായ വ്യക്തിയുടെ പേരാണ് മഹാത്മാഗാന്ധിജി. അതുകൊണ്ട് നമ്മൾ എന്ത് പഠിക്കുന്നത്? ഗാന്ധിജി സ്വതന്ത്രമായി തന്നു പഠിക്കാനുള്ള കാരണം. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പൊ ബാലഗംഗാധര തിലകാണ് ആൻസർ ആയിട്ട് വരിക. ഇനി വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഹൂ ഇൻട്രൊഡ്യൂസ് ഡ്രൈൻ തിയറി? ആരാണ് ചോർച്ചാ സിദ്ധാന്തം കൊണ്ടുവന്നത്? ആരാണ്? ദാദാഭായ് നവറോജി. ഓക്കെ, ഹൂ എമംഗ് ദ ഫോളോയിങ് ലീഡർ ഡിഡ് നോട്ട് ബിലീവ് ഇൻ ദ ഡ്രൈൻ തിയറി? ഡ്രൈൻ തിയറി, ചോർച്ചാ സിദ്ധാന്തത്തിൽ ബിലീവ് ചെയ്യാത്ത ആരാണ്? ബാലഗംഗാധര തിലക് അല്ല, ആർ.സി. ദത്ത് അല്ല, എം.ജി. റാണഡെ അല്ല, സർ സെയ്ദ് അഹമ്മദ് ഖാൻ. അതെ, സർ സെയ്ദ് അഹമ്മദ് ഖാൻ.
ഇപ്പോഴല്ലേ പഠിച്ചത്? അതെ. ഓക്കെ. അപ്പോ ചോർച്ച സിദ്ധാന്തം കാരണമാണോ ഈ പരിപാടിയെല്ലാം, അതായത് നോ ടാക്സേഷൻ, മിലിറ്ററി എക്സ്പെൻഡിച്ചർ റിഡക്ഷൻ, ഒക്കെ അല്ലേ, ICSൽ ആളെ കിട്ടണം, പ്രൊവിൻഷ്യൽ കൗൺസിൽ ഉണ്ടാക്കണം എന്നുള്ള ഐഡിയാസ് എല്ലാം കോൺഗ്രസിന് വരാൻ കാരണം ദാദാഭായ് നവറോജിയും അദ്ദേഹത്തിന്റെ ചോർച്ച സിദ്ധാന്തമാണോ? അതെ. നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം എന്താ? ചോർച്ച സിദ്ധാന്തം അല്ലെങ്കിൽ ഡൈൻ തിയറി. ഇതാണ് നമ്മൾ ഇനി റിവൈസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. ഇത്രയും കാര്യമൊക്കെ അല്ലേ? ഇത്രയും കാര്യമൊക്കെ ആണെങ്കിൽ ദാ പിടിച്ചോ. ഓക്കെ. എന്താണ് ചോർച്ച സിദ്ധാന്തം? നമുക്കറിയാം, നമ്മുടെ കയ്യിൽ ഒരു സെഞ്ചി ഉണ്ട്. ഈ സെഞ്ചിയിൽ മൊത്തം എന്താണ്? പൈസയാണ്. ഈ സെഞ്ചിയുടെ താഴെ ഒരു ഓട്ടയുണ്ട്. ഈ ഓട്ടയിലൂടെ പൈസ എന്ത് ചെയ്യുന്നു? പോകുന്നു. ഇതിന്റെ പേരാണ് ചോർച്ച. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പൈസ ആരോ എടുത്തുകൊണ്ട് പോകുന്നു. ആരാ എടുത്തുകൊണ്ട് പോകുന്നത്? ബ്രിട്ടൻ ആണ് എടുത്തുകൊണ്ട് പോകുന്നത്. എങ്ങനെയാ എടുത്തുകൊണ്ട് പോകുന്നത്? ആക്ച്വലി ഇവിടെ നിന്ന് വെൽത്ത് കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടൊന്നും വരുന്നില്ല. ഇവിടെ ഒന്നും കിട്ടിയില്ല. ഓക്കെ. അതാണ് എന്ത്? ചോർച്ച എന്ന് പറയുന്നത്. അപ്പൊ എന്റെ ഏറ്റവും ആദ്യത്തെ കൺസെപ്റ്റ് എക്സ്പോർട്ട് ഓഫ് വെൽത്ത്. ഇന്ത്യയുടെ വെൽത്ത് ബ്രിട്ടനിലേക്ക് പോകുന്നു. ബ്രിട്ടൻ ഒന്നും ഇങ്ങോട്ട് വരുന്നില്ല. അങ്ങനെ ഇന്ത്യൻ എക്കണോമിക്ക് എന്താണ്? ലോസ് ആണ്. ബ്രിട്ടീഷുകാർക്ക് എന്താണ്? ലാഭമാണ്. നെക്സ്റ്റ് ആണ് നോൺ ഇക്വലന്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന കാര്യം. ഓക്കെ. ഇന്ത്യയിൽ നിന്ന് റോ മെറ്റീരിയൽ ചെറിയ പൈസക്ക് ബ്രിട്ടനിലേക്ക് പോകുന്ന റോ മെറ്റീരിയലിന്റെ പേരാണ് കോട്ടൺ. ഓക്കെ അല്ലേ? ഈ കോട്ടൺ റോ മെറ്റീരിയൽ അങ്ങോട്ട് പോയിട്ട് അവർ ഷർട്ട് ആക്കിയിട്ട് എന്ത് ചെയ്യും? ഇങ്ങോട്ട് കൊണ്ടുവരും. അല്ലെങ്കിൽ ഡ്രസ് ആക്കിയിട്ട് എന്ത് ചെയ്യും? ഇങ്ങോട്ട് കൊണ്ടുവരും. അത് വലിയ പ്രൈസിന് ആര് വാങ്ങും? ഇന്ത്യയിലെ ആളുകൾ വാങ്ങും. അപ്പൊ ഇന്ത്യയിലാകെ പ്രശ്നമല്ലേ? അതെ. ഇതാണ് നോൺ ഇക്വലന്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഈ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രം. ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ മുഴുവൻ എന്താണ്? ഫാർമേഴ്സ് ആണ്. ടാക്സാഷൻ പ്രശ്നമുണ്ട്. ആകെ ഇഷ്യൂ ആണ്. മൊത്തത്തിൽ എന്താണ്? മൊത്തത്തിൽ ഇഷ്യൂ ആണ്. കറക്റ്റ്. ആരാ ഇത് വാങ്ങുക? അതിന് നിങ്ങൾ 3 വാക്കുകൾ പറയണം. ഓക്കെ അല്ലേ? വെസ്റ്റേൺ എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ്. ഫാന്റാസ്റ്റിക്. ഓക്കെ. അപ്പൊ ബ്രിട്ടീഷുകാരെ പോലെ ആളുകൾ ഉണ്ടാക്കണമല്ലേ അവർ നോക്കിയത്. ആ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ മിഡിൽ ക്ലാസ് ആണ് ഈ ഡ്രസ് എല്ലാം വാങ്ങാൻ പോണ വ്യക്തി. അവരാണ് ഇന്ത്യ എന്ത് ചെയ്യാൻ ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യുന്നത്? കൂടുതൽ പൈസ കൊടുക്കാൻ പോണ വ്യക്തി. കറക്റ്റ് അല്ലേ? അതെ. 2025 സിറ്റുവേഷൻ എടുത്ത് നോക്കാം. ഓക്കെ. ഇന്ത്യയിൽ എത്ര പേർക്ക് ഗുച്ചി ബാഗ് വാങ്ങാൻ പറ്റും? ഇന്ത്യയിൽ എത്ര പേർക്ക് ഐഫോൺ വാങ്ങാൻ പറ്റും? ഇതെല്ലാം വാങ്ങുന്ന ആരാ? വെസ്റ്റേൺ, അതായത് യൂറോപ്പിലും US-നെയും പോലെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുള്ള യൂത്ത്സ്. അവരല്ലേ ഇത് പ്രധാനമായിട്ട് വാങ്ങുന്നത്. കറക്റ്റ് അല്ലേ? അവരുടെ എണ്ണം കൂടുതലാണോ കുറവാണോ? കുറവാണ്. നമ്മുടെ HDI ഇൻഡെക്സ് അല്ലെങ്കിൽ എന്താ നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം അല്ലെങ്കിൽ വേൾഡ് ബാങ്കിന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ 75% പേരും റേഷൻ ഷോപ്പ്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലൂടെ എന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നത്. നമ്മുടെ തന്നെ ഗവൺമെന്റ് കണക്ക് പ്രകാരം 80% ആളുകൾക്ക് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മണ്ണെണ്ണ, അരി, ഗോതമ്പ്, ഇതില്ലെങ്കിൽ എന്തില്ല? ഭക്ഷണമില്ല. 80%. ബാക്കി 20% ഇതെല്ലാം വാങ്ങുന്നത്. ഓക്കെ സാർ, അപ്പൊ 20% കൊണ്ട് എങ്ങനെ നടക്കുക? ജനസംഖ്യ. ഇന്ത്യയിൽ 130 കോടി ആളില്ലേ? അതിന്റെ 20% എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വലിയ ശതമാനമായില്ലേ? ഓക്കെ അല്ലേ? 26 കോടി 27 കോടിന്റെ അടുത്ത് വന്നില്ലേ? അവരാണ് ഇതെല്ലാം വാങ്ങുന്നുള്ളൂ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. ഇതേ സിറ്റുവേഷൻ ആണ് അപ്പോഴും ഉള്ളത്. അതാണ് ഗാന്ധിജി പറഞ്ഞത്, എന്നാണോ ലളിതമായ ജീവിതം നയിക്കുന്നത്, എന്നാണോ ഒരു സ്ത്രീക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ആക്ച്വലി സ്വർണമൊക്കെ കിട്ടതിന് ശേഷം എന്താണ് ആക്ച്വലി രാത്രി പുറത്തിറങ്ങാൻ പറ്റുന്നത്, എല്ലാവരും ജാതിയും മതമൊന്നും നോക്കാതെ മനുഷ്യനെ മനുഷ്യനായി മാത്രം കാണുന്നത്, അന്നാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടുക എന്ന് ഗാന്ധിജി പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി. ഇപ്പോഴും നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അത്രേ ഉള്ളൂ. സാർ, ഈ കഥയൊക്കെ പറയാൻ കാരണം എന്താ? നോൺ ഈക്വലന്റ് എക്സ്ചേഞ്ച് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്. 2 കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഒന്ന്, വെൽത്ത് എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2, നോൺ ഈക്വലന്റ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ ഉണ്ട്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ ഇതിന്റെ ഫലമായിട്ട് എന്തുണ്ടായി? ഒരു ഇംബാലൻസ് ഉണ്ടായി. ഇംബാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ വെൽത്ത് എന്ത് ചെയ്തു? ബ്രിട്ടനിലേക്ക് പോയി. ഓക്കെ അല്ലേ? അതിലൂടെ ഇന്ത്യയുടെ എക്കണോമിക് റിസോഴ്സ് എന്ത് ചെയ്തു? ആക്ച്വലി ബ്രിട്ടൻ എടുക്കാൻ വേണ്ടി തുടങ്ങി. ഓക്കെ. ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ഇന്ത്യയിലുണ്ട്. വൈസ്രോയ് ഇല്ലേ? അവർക്ക് വേണ്ടിയിട്ട് ആർമി ഇല്ലേ? അവരുടെ കീഴിൽ കൗൺസിൽ ഇല്ലേ? അവരുടെ കീഴിൽ ഒരുപാട് പേരില്ലേ? ICSലും ഏകദേശം എന്താ ഇന്ത്യൻ സിവിൽ സർവീസിൽ ഏകദേശം എല്ലാവരും എന്താ ബ്രിട്ടീഷുകാരല്ലേ? അതല്ലേ കോൺഗ്രസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾക്കും തരൂ ഞങ്ങൾക്കും തരൂ എന്ന് പറഞ്ഞിട്ട് അല്ലേ? അവിടെ സാലറി, പെൻഷൻ, അലവൻസസ് എല്ലാം എവിടെന്നാ കൊടുക്കുന്നത്? ഇന്ത്യക്കാരുടെ പൈസ എന്നല്ല കൊടുക്കുന്നത്. അപ്പൊ എന്താ പറയാ, അവരെ നിയമിക്കുന്ന ആരാ? ബ്രിട്ടീഷ് ഗവൺമെന്റ്. നിങ്ങൾ തന്നെ പറ, നിങ്ങളെ ഞാൻ എന്ത് ചെയ്തു? ഒരു ഡോക്ടർ ജോലിക്ക് എങ്ങോട്ട് അയച്ച്? ഗൾഫിലേക്ക് അയച്ച്.
ഇന്ത്യയാണ് അയച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അവിടെയുള്ള ആളുകൾ നോക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു ഡോക്ടറാണ്. അവരുടെ ശമ്പളം കൊടുക്കുന്ന ആരാ? എന്താ പറയാ, അവിടെ താരം നോക്കാൻ പോണത് എന്താ പറയാ, ഗൾഫിലെ ഗവൺമെന്റ് ആണ്. ഓക്കെ, നിങ്ങൾ തന്നെ പറ, ഗൾഫിലെ ആൾക്ക് ഡോക്ടറെ വെച്ചിട്ട് അവർക്കാണ് നോക്കാവുന്ന കാര്യമേ ഉള്ളൂ. നമ്മൾ പറയുന്നത് എന്ത്? നിങ്ങളുടെ ഡോക്ടറെ വെക്കരുത്, ഞാൻ ഡോക്ടറെ അയക്കും. അതിന്റെ പൈസ ആരെന്നെ കൊടുക്കണം? നിങ്ങൾ തന്നെ കൊടുക്കണമെന്ന് ഗൾഫിനോട് പറഞ്ഞ, അല്ലെങ്കിൽ UAEയോട്, എക്സാമ്പിൾ UAEയോട് പറഞ്ഞ, അത് ശരിയാണോ തെറ്റാണോ? ശരിയല്ലല്ലോ. അതേ സംഭവം അത് തന്നെയാണ് ആരും പറഞ്ഞത്, ദാദാഭായ് നവറോജിയും പറഞ്ഞത്, എക്സ്പെൻഡിച്ചർ ഓൺ ബ്രിട്ടീഷ് പേഴ്സണൽ. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ചാർജിന്റെ പേരാണ് ഹോം ചാർജ്. നന്നായിട്ട് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? ഇന്ത്യയെ കൺട്രോൾ ചെയ്യുന്നത് ബ്രിട്ടീഷാണ്. കറക്റ്റ്. ബ്രിട്ടീഷുകാരുടെ പൈസ കൊടുക്കുന്ന ആരാ? ഇന്ത്യക്കാരാണ്. അപ്പൊ ഈ രണ്ട് കൺട്രിയും തമ്മിൽ പൊളിറ്റിക്കൽ ആയിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടും കൊമേഴ്ഷ്യൽ ആയിട്ടും ടൈസ് ഉണ്ട്. അതാണ് ഇവിടെ 3 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, കൊമേഴ്ഷ്യൽ ടൈസിൽ വെൽത്ത് പോകുന്നു, എന്ത് നടക്കുന്നു? നോൺ ഈക്വലന്റ് എക്സ്ചേഞ്ച് ആണ്. ഓക്കെ. അഡ്മിനിസ്ട്രേറ്റീവ് ടൈസിൽ ബ്രിട്ടീഷ് പേഴ്സണൽസിന്റെ എക്സ്പെൻഡിച്ചർ എടുക്കുന്ന ആരാ? ഇന്ത്യക്കാരാണ്. ഇതെല്ലാം ചേർന്ന് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് വലിയൊരു എമൗണ്ട് ഇംഗ്ലണ്ടിലെ ജനങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നുണ്ട്. ഇംഗ്ലണ്ടിലെ ജനങ്ങളുടെ കയ്യിലേക്ക് എങ്ങനെ എത്തുക? നിങ്ങൾ തന്നെ പറ. നിങ്ങൾ US ജീവിക്കുന്ന എന്താണ്? ആക്ച്വലി ഒരു IT എംപ്ലോയി ആണ്. നിങ്ങളുടെ വീട്ടുകാർ മുഴുവൻ ഉള്ളത് എവിടെയാണ്? കോട്ടയത്താണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ പൈസയിലെ മാക്സിമം എമൗണ്ട് നിങ്ങൾ എവിടേക്ക് അയക്കാൻ നോക്കും? വീട്ടിലേക്ക് അയക്കാൻ നോക്കും, ഇല്ലേ? കറക്റ്റ് അല്ലേ? അത് ആരുടെ പൈസയാ? US-ന്റെ പൈസയല്ലേ? അത് എത്തുന്ന എവിടെയാ? ഇന്ത്യയിലല്ലേ? അപ്പൊ ഇവിടെയുള്ള നിങ്ങളുടെ കോട്ടയത്തുള്ള ആളുകൾ അവിടെയുള്ള മാളിൽ പോയിട്ട്, ലുലു മാളിൽ പോയിട്ട്, കോട്ടയത്ത് ലുലു മാളിൽ എന്ന് പറയരുത്, പോട്ടെ, ലുലു മാളിൽ പോയിട്ട് എന്ത് ചെയ്യും? സാധനങ്ങൾ വാങ്ങും. തൊട്ടടുത്തുള്ള അവറാച്ചന്റെ കടയിൽ പോയിട്ട് എന്ത് ചെയ്യും? സാധനങ്ങൾ വാങ്ങും. തൊട്ടടുത്തുള്ള ഒരു കംഫർട്ട് ഷോപ്പിൽ പോയിട്ട് എന്ത് ചെയ്യും? സാധനങ്ങൾ വാങ്ങും. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ആളുകൾക്ക് പൈസ കിട്ടിയില്ലേ? കിട്ടി. ഇന്ത്യ വളരുന്നുണ്ട്. ആരുടെ പൈസ കൊണ്ട് ഇന്ത്യ വളർന്നത്? US-ന്റെ പൈസ കൊണ്ട്. അതേപോലെ ബ്രിട്ടൻ വളർന്ന ആരുടെ പൈസ കൊണ്ടാ? ഇന്ത്യയുടെ പൈസ കൊണ്ടാണ്. സാർ ഇപ്പൊ ചെയ്യുന്നത് തെറ്റാണോ? ഓക്കെ, US-ൽ പോയി ചെയ്യുന്നത് തെറ്റാണോ? അല്ല. അതിന് കാരണം എന്താ? നമ്മൾ അവിടെ അടിച്ചേൽപ്പിച്ചൊന്നുമില്ല ഇന്ത്യക്കാരെടുക്കണം എന്നുള്ളത്. ഇന്ത്യക്കാരെടുക്കേണ്ടത് അവരുടെ ആവശ്യമായതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവരെടുക്കുന്നേ ഉള്ളൂ, കഴിവുകൊണ്ടാണ് എടുക്കുന്നത്. പക്ഷെ ഇവിടെ എങ്ങനെയാ? നമ്മുടെ ആളുകൾ കഴിവുണ്ട്, പക്ഷെ അവരെ എടുക്കാതെ ബ്രിട്ടീഷ് എന്ത് ചെയ്യണം? എടുക്കണമെന്ന് അവർ പറയാണ്. അതിന് അവർ എങ്ങനെയാണ് നമ്മൾ അടിമപ്പെടുത്തിയിരിക്കുന്നത്? പൊളിറ്റിക്കലായിട്ട്. എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ബ്രിട്ടീഷുകാർ അവിടെ ഭരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായ? രണ്ട് നമ്മൾ വ്യത്യാസം മനസ്സിലായ? ഒന്നില് ഇവിടെ ഇന്ത്യക്കാരുടെ കഴിവുണ്ട്, ഓക്കെ അല്ലെ? ICS ഓഫീസറാണ്, കഴിവുള്ള ദാദാഭായ് നവറോജി ഉണ്ട്. ആരുണ്ട്? 2 എക്സാമ്പിൾ പറയാണ്. സുഭാഷ് ചന്ദ്രബോസ് ഉണ്ട്. പക്ഷെ അവരെ വേണ്ട പറഞ്ഞിട്ട് ആരെ വെക്കും? ബ്രിട്ടീഷുകാരെ വെക്കും. അമേരിക്കയിലെ സിറ്റുവേഷൻ അവിടെയുള്ള ആളുകളെക്കാളും കഴിവ് കൂടുതൽ ആർക്കാ? ഇന്ത്യക്കാർക്കാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ഇന്ത്യൻ IT എംപ്ലോയീസിനെ അവിടെ എടുക്കുന്നു. രണ്ട് സിറ്റുവേഷൻ ഡിഫറെന്റ് ആണ്. ഓക്കെ അല്ലെ? എക്സാമ്പിൾ വേണ്ടി ഞാൻ അത് പറഞ്ഞത്. ക്ലിയർ അല്ലേ? അതെ. അപ്പൊ പൊളിറ്റിക്കലിലൂടെ അവരെന്ത് ചെയ്യുന്നു? ആക്ച്വലി ഇന്ത്യക്കാരെ കൺട്രോൾ ചെയ്യുന്നു. ഈ ചാർജസിന്റെ എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ചാർജിന്റെ പേരാണ് ഹോം ചാർജസ്. ഓക്കെ അല്ലേ? ഈ ഹോം ചാർജസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, ഇൻട്രസ്റ്റ് ഇൻ പബ്ലിക് ഡെബ്റ്റ് റൈസ്ഡ് ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ എന്താണ്? കടത്തിലുണ്ടായ ഇൻട്രസ്റ്റ്. പേയ്മെന്റ് ഇൻ കണക്ഷൻ വിത്ത് സിവിൽ ഡിപ്പാർട്ട്മെന്റ്. സിവിൽ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എന്താണ്? പേയ്മെന്റ്സ്. ഇന്ത്യൻ ഓഫീസ് എക്സ്പെൻസസ്. ഇന്ത്യയുള്ള ഓഫീസുകളിൽ നിന്നുള്ള എക്സ്പെൻസ്. ഓക്കെ അല്ലേ? എന്ന് വെച്ചാൽ സിമ്പിളായി പറയുകയാണെങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർക്ക് 1 രൂപ കൂടി ചെലവില്ല. ഓക്കെ അല്ലേ? ആ പൈസ മുഴുവൻ ചെലവാക്കുന്ന ആരുടെ കയ്യിൽ നിന്നാണ്? ഇന്ത്യക്കാരുടെ കയ്യിൽ നിന്നാണ്. എന്നിട്ട് അതൊന്ന് ലാഭം ഉണ്ടാക്കും. ആ ലാഭം എവിടേക്ക് കൊണ്ടുപോകും? ബ്രിട്ടനിൽ കൊണ്ടുപോവുകയും ചെയ്യും. നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് 10 രൂപ എന്തില്ല? ചെലവില്ല. അതുകൂടാതെ നിങ്ങളുടെ ചെലവ് മുഴുവൻ ആരെടുക്കും? ജനങ്ങളെടുക്കും. എന്നിട്ട് ജനങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ സാധനവും വാങ്ങിയിട്ട് പൈസയും തരും. അപ്പൊ നിങ്ങൾക്ക് 0 ഇൻവെസ്റ്റ്മെന്റ്, ഇഷ്ടം പോലെ പൈസ. ഓക്കെ അല്ലേ? അപ്പൊ ബ്രിട്ടൻ വളരില്ലേ? വളരും. ഇതിന്റെ പേരാണ് ചോർച്ചാ സിദ്ധാന്തം, അല്ലെങ്കിൽ എന്ത് വിളിക്കും? ഡ്രൈൻ തിയറി എന്ന് വിളിക്കും. അപ്പൊ ഇതിലൂടെ ബ്രിട്ടൻ ഇന്ത്യയെ എന്ത് ചെയ്യുന്നു? സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നു. അതിന് ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേരാണ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് റോ മെറ്റീരിയൽ ചീപ്ലി എടുത്തതിന് ശേഷം ഫിനിഷ്ഡ് ഗുഡ്സ് എവിടെ കൊണ്ടുവരുന്നു? ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ അല്ലെ? ഈ കാരണത്തിന്റെ ഫലമായി ഇംഗ്ലണ്ടിൽ എന്തുണ്ടായി? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടായി. അപ്പൊ റോ മെറ്റീരിയൽ ഇവിടെ നിന്ന് എന്താ പോകുന്നത്?
എന്താ കോട്ടൺ. ഓക്കെ, അവിടെ നിന്ന് എന്താ തിരിച്ചു വരുന്നത്? ഡ്രസ്സ്. അപ്പൊ ഇംഗ്ലണ്ടിലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ കാരണം, വ്യാവസായിക വിപ്ലവത്തിന്റെ കാരണം ആരാണ് മക്കളെ? ഇന്ത്യയാണ്. എവിടെയാ പറഞ്ഞത്? ഡ്രൈൻ തിയറിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ, രണ്ടാണല്ലോ. അതെ. അപ്പൊ ഇന്ത്യ ഇംഗ്ലണ്ടിൽ നിന്ന് ഇൻഡസ്ട്രിയൽ മെഷീനറി എന്ത് ചെയ്തു? ഇമ്പോർട്ട് ചെയ്തു. ഭക്ഷണം ഇമ്പോർട്ട് ചെയ്തു, മറ്റ് വസ്തുക്കൾ ഇമ്പോർട്ട് ചെയ്തു. എന്ത്? വളരെ ഹൈ പ്രൈസിൽ. വലിയ വില കൊടുക്കണം മക്കളെ, വലിയ വില കൊടുക്കണം. ഓക്കെ ആയ? ഓക്കെ. ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റർ അവരുടെ സേവിങ്സ് എങ്ങോട്ട് അയച്ചു? ഇംഗ്ലണ്ടിലേക്ക് അയച്ചു. ഇന്ത്യയിലല്ല എന്ത് ചെയ്തത്? സേവ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡ്രൈൻ തിയറി. ഓക്കെ, അപ്പൊ നമുക്ക് ഡിഗ്രി ക്വസ്റ്റ്യൻ ചെയ്താലോ? ചെയ്യാം. കൺസിഡർ ദ ഫോളോയിങ് പ്രപ്പോസിഷൻ ഇൻ കണക്ഷൻ വിത്ത് ദാദാബായ് നവറോജി's ഡ്രൈൻ തിയറി. 1. ഇന്ത്യ ഇമ്പോർട്ടഡ് heavy industrial machinery and food from England at a very high price. അതല്ലേ നമ്മളിവിടെ പഠിച്ചത്? ഇന്ത്യ ഹെവി ഇൻഡസ്ട്രിയൽ മെഷീനറീസും ഭക്ഷണം എന്ത് ചെയ്തു? വലിയൊരു പ്രൈസിൽ എവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്തു? ഇംഗ്ലണ്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തു. കറക്റ്റ് അല്ലേ? അതെ. ഇന്ത്യ പെയ്ഡ് ഹോം ചാർജസ് ടു ഇംഗ്ലണ്ട് ഫോർ ഡെവലപ്പിംഗ് ഇന്ത്യ. കറക്റ്റ് അല്ലേ? അതെ. എന്താ ഹോം ചാർജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ്, കൊമേഴ്ഷ്യൽ, ഈ ചൂഷണങ്ങളുടെ ഫലമായിട്ട് ഇന്ത്യയിലുള്ള ആളുകൾ ഇംഗ്ലണ്ടിലേക്ക് എന്ത് ചെയ്യണമായിരുന്നു? കൂടുതൽ പേയ്മെന്റ്സ് നൽകണമായിരുന്നു. ആ പേയ്മെന്റിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആവും? പബ്ലിക് ഡെപ്റ്റ് റൈസ്ഡ് ഇൻ ഇംഗ്ലണ്ട്. 2. പേയ്മെന്റ് ഇൻ കണക്ഷൻ വിത്ത് സിവിൽ ഡിപ്പാർട്ട്മെന്റ്. 3. ഇന്ത്യ ഓഫീസ് എക്സ്പെൻസസ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും? വരുന്നതായിരിക്കും. ഇതെല്ലാം കൂടി കൂട്ടിയാൽ കിട്ടുന്ന സംഭവത്തിന്റെ പേരാണ് ഹോം ചാർജസ്. ഇത്രയും കാര്യം ഓക്കെ ആയ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യ പെയ്ഡ് ഹോം ചാർജസ് ടു ഇംഗ്ലണ്ട് ഫോർ ഡെവലപ്പിംഗ് ഇന്ത്യ. കറക്റ്റ് അല്ലേ? അതെ. 3. ഇന്ത്യ എക്സ്പോർട്ടഡ് ദ മച്ച് നീഡഡ് റോ മെറ്റീരിയൽസ് ഫോർ ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അറ്റ് എ വെരി ചീപ്പ് റേറ്റ്. അല്ലേ? ഓക്കെ, അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടാവാൻ തന്നെ കാരണം എന്താ? ഇന്ത്യയിൽ നിന്നുള്ള റോ മെറ്റീരിയൽസ് അല്ലേ? അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതെ. അത് ചീപ്പ് റേറ്റിനല്ലേ പോകുന്നത്? അതെ. ഫിനിഷ്ഡ് ഗുഡ്സ് എന്താ? വലിയ റേറ്റിനല്ലേ ഇങ്ങോട്ട് വരുന്നത്? അതെ. അത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? അതെ. ആകെ അതെയാണോ? അതെ അതെ അതെ. ഓക്കെ. 4. ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റർ റെമിറ്റഡ് മോസ്റ്റ് ഓഫ് ദെയർ സേവിങ്സ് ബാക്ക് ടു ഇംഗ്ലണ്ട് വിച്ച് കുഡ് നോട്ട് ബി യൂട്ടിലൈസ്ഡ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോ ബ്രിട്ടീഷുകാരായ ആളുകൾ അവരുടെ വീട്ടിൽ അയക്കുള്ളൂ. ഓക്കെ, എന്റെ മക്കളെ ഈ കാര്യം ഒന്നുകൂടി മനസ്സിലാക്കണേ. ബ്രിട്ടീഷുകാരായ ആളുകൾ അവരുടെ വീട്ടിലേക്ക് തന്നെയാണ് പൈസ അയക്കുക. അതൊരു കുറ്റമല്ല. ഓക്കെ, പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യക്കാർക്ക് പകരമാണ് വരുന്നത്. ഇന്ത്യക്കാർക്ക് ആ ജോലി ചെയ്യാൻ പറ്റും. ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷുകാർ വേണം നിർബന്ധമില്ല. പക്ഷെ ഇന്ത്യക്കാർ എന്ത് ചെയ്യുന്നില്ല? ആ ജോലി ചെയ്യാനും സമ്മതിക്കുന്നില്ല. അതിന് പകരം ആരെ വെച്ചിട്ടുണ്ട്? ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റർ വെച്ചിട്ടുണ്ട്. ഇതാണ് പ്രശ്നം. അതിനാണ് 2 എക്സാമ്പിൾ ഞാൻ കോട്ടയത്തിന്റെ എക്സാമ്പിളും എന്ത് പറഞ്ഞത് ആക്ച്വലി ബ്രിട്ടീഷുകാരുടെ എക്സാമ്പിളും തിരിച്ചും മറിച്ചും പറഞ്ഞു തന്നിരിക്കുന്നത്. നന്നായിട്ട് മനസ്സിലാക്കുക, നന്നായിട്ട് കേൾക്കുക. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ആണ്. ഓക്കെ, അപ്പൊ അതിൽ എന്താ ശരി? എല്ലാം ശരിയാണല്ലോ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് PYQ. The most effective contribution made by Dadabhai Naoroji to the cause of Indian national movement was that he എന്താണ്? Exposed the economic exploitation of India by British. അല്ലേ? അതെ. Interpreted the ancient Indian text. നമ്മെ പുരാതനമായിട്ടുള്ള വേദിക്കൊക്കെ പഠിച്ച ഇല്ലല്ലോ. Restore the confidence in Indians. അത് ചെയ്തിട്ടില്ല. 3. Stress the need for education of all the stress the need for eradication of all the social evils before anything else. അങ്ങനെ ചെയ്തിട്ടുണ്ടാ? ഇല്ല. പുള്ളി സോഷ്യൽ ഈവൽസിനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടല്ല പ്രധാനമായിട്ട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? സിമ്പിളായ കാര്യമാണ്. എന്ത് ചെയ്യണം? എക്കണോമിക് ആയിട്ട് എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്, ആ എക്സ്പ്ലോയിറ്റേഷൻ എന്ത് ചെയ്യണം? മാറ്റണം. അത്രയല്ലേ പുള്ളി പറഞ്ഞിട്ടുള്ളൂ. അല്ലാത്ത കാര്യങ്ങളൊന്നും പുള്ളി പറഞ്ഞിട്ടില്ലല്ലോ. കറക്റ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഏതാണ് മക്കളെ കറക്റ്റ്? 1 മാത്രമാണ് കറക്റ്റ്. ആ കാര്യം ഓക്കെ അല്ലേ? അതെ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ഭാഗം. സമാധാനമായി. യെസ്. ഓക്കെ, ആ ഭാഗത്തിന്റെ പേരാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഓക്കെ, അപ്പൊ ഇനി ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ല. എല്ലാം നിങ്ങളത് ചോദിക്കും, നിങ്ങൾ എന്ത് ചെയ്യാം? ആൻസർ പറയാം. ഓക്കെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1856 ബ്രിട്ടീഷ് പാർലമെന്റ് ആണ് പാസ് ചെയ്തിരിക്കുന്നത്. എന്റെ ചോദ്യം, 1773 റെഗുലേറ്റിംഗ് ആയിട്ട് പാസ് ചെയ്ത ആരാ? ബ്രിട്ടീഷ് ഗവൺമെന്റ്. പിറ്റ്സ് ഇന്ത്യ ആയിട്ട് പാസ് ചെയ്ത ആരാ? ബ്രിട്ടീഷ് ഗവൺമെന്റ്. 1833 റെഗുലേറ്റിംഗ് ആയിട്ട് പാസ് ചെയ്ത ആരാ? ചാർട്ടർ ആയിട്ട് പാസ് ചെയ്ത ആരാ? ബ്രിട്ടീഷ് ഗവൺമെന്റ്.
എല്ലാ ആക്ടും പാസ് ചെയ്തിരിക്കുന്ന ആരാ? ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ്, സോറി ബ്രിട്ടീഷ് പാർലമെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 1858 ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ് ചെയ്തു എന്ന് പ്രത്യേകമായി പറയേണ്ട കാര്യമില്ല. ഇങ്ങനെ ചോദ്യം, 1947 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ് ചെയ്ത ആരാ? ബ്രിട്ടീഷ് പാർലമെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 1919 ആക്ട് പാസ് ചെയ്ത ആരാ? ബ്രിട്ടീഷ് പാർലമെന്റ് ആണ്. അപ്പൊ ഇന്ത്യക്ക് എത്ര ആക്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ അത് മുഴുവൻ പാസ് ചെയ്യാൻ പോകുന്ന ആരാ? ബ്രിട്ടീഷ് പാർലമെന്റ് ആണ്. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ആ കൺസെപ്റ്റ് മനസ്സിലായി. ഇത്രയും നേരം നമ്മൾ പഠിച്ചതിന്റെ ഇഫക്റ്റ് ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓഗസ്റ്റ് 2, 1858 എന്ത് ചെയ്തു? ഇത് പാസ് ചെയ്തു. ഇതിന്റെ ഭാഗമായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് ക്രൗണിലേക്ക് അതോറിറ്റി എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ അല്ലേ? എന്റെ ചോദ്യം, ഇതൊരു ഒഫീഷ്യൽ പ്രോസസ് മാത്രമാണോ അതോ ഓൾറെഡി ബ്രിട്ടീഷ് പാർലമെന്റിന്റെയും ബ്രിട്ടീഷ് ക്രൗണിന്റെയും കീഴിലായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി? അതെ. 1833 എന്തായി? മാക്സിമം കഴിഞ്ഞു. 1850 എന്ത് ചെയ്ത്? അങ്ങോട്ട് തീർന്ന്. ഓക്കെ അല്ലേ? അതിനു മുമ്പേ ക്രൗണിന്റെ കീഴിലായി. അതിനു മുമ്പേ എന്തായി ആക്ച്വലി? ഓക്കെ അല്ലേ? അതിനു മുമ്പേ അവരുടെ കമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് എന്ത് ചെയ്തു? കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ക്രൗൺ ആണ് ഇതെല്ലാം ഡീൽ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ബ്രിട്ടനിലെ എന്താണ് രാജാവാണ് ഇതെല്ലാം ഡീൽ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ആക്ട് ഏതാ? ഓക്കെ, ഇതാണ് എന്റെ ചോദ്യം. അത് കമന്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. എന്ത് മനസ്സിലായി? സിമ്പിളായ കാര്യമാണ്. എന്താണ്? ബോർഡ് മാറ്റുക അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള പ്രവർത്തനം മാത്രമാണ് 1858 നടക്കാൻ വേണ്ടി പോകുന്നത്. വിപ്ലവത്തിന് ശേഷം. വിപ്ലവത്തിന് മുമ്പ് തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പവർ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പോയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? എഡ്വേർഡ് സ്റ്റാൻലി എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷ് പാർലമെന്റിൽ ഈ ബില്ല് കൊണ്ടുവരുന്നത്. ബില്ലിന്റെ പേരാണ് ആൻ ആക്ട് ഫോർ ദ ബെറ്റർ ഗവർണൻസ് ഓഫ് ഇന്ത്യ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇന്ത്യയിലെ നല്ല ഭരണത്തിന് വേണ്ടിയിട്ടുള്ള ആക്ട് എന്നാണ് അതിനെ വിളിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. ഇനി ഇന്ത്യയിലെ നല്ല ഭരണം എന്ന് വെച്ചാൽ എന്താ? അത് നമുക്ക് നോക്കാം. ഓക്കെ. അത് നോക്കാൻ പോകുന്നതിന് മുമ്പ് ഈ 1858 ആക്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ക്യൂൻ വിക്ടോറിയയുടെ പ്രൊക്ലമേഷനിലൂടെയാണ്. അപ്പൊ അടുത്ത ഡൗട്ട്, എന്താണ് സാർ ക്യൂൻ വിക്ടോറിയയുടെ പ്രൊക്ലമേഷൻ? ക്യൂൻ വിക്ടോറിയ എന്താണ് പറഞ്ഞത് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. അപ്പൊ നമ്മുടെ ശിവഗാമി രാജ്ഞി എന്ത് ചെയ്യാൻ പോണ്? എന്തോ പറയാൻ വേണ്ടി പോവാണ്. എപ്പോഴാണ് ഒരു പ്രൊക്ലൈം ചെയ്തത് അല്ലെങ്കിൽ അവർ ശാസ്ത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നവംബർ 1, 1858 അവർ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, ഇനി മുതൽ എന്താ പറയാ, ഇന്ത്യയിലെ ഗവൺമെന്റ് എന്റെ, അതായത് ക്യൂൻ വിക്ടോറിയയുടെ, ബ്രിട്ടീഷ് ക്രൗണിന്റെ സോവറിനിറ്റിയിലായിരിക്കും ഉണ്ടാവുക. ബ്രിട്ടീഷ് ക്രൗൺ ആണ് ഇന്ത്യയെ ഭരിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. ഡയറക്റ്റ് ഗവർണൻസ് ആയിരിക്കും. ഞാൻ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ഇന്ത്യയെ നോക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ ഇംഗ്ലണ്ടിലെ രാജാവിന്റെയോ രാജ്ഞിയുടെയോ പേരിന്റെ താഴെ എന്തുണ്ടാവും? ഇന്ത്യയുടെ രാജാവ് അല്ലെങ്കിൽ ഇന്ത്യയുടെ രാജ്ഞി എന്ന പേരുണ്ടാവും. അത് എപ്പോഴാ മക്കളെ മാറ്റിയത്? പറഞ്ഞോ? 1947 ഏതാണ്? എന്താ പറയാ, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിലൂടെ. കറക്റ്റ് അല്ലേ? അതെ. ആ പേര് ഒഫീഷ്യലി വന്നത് എപ്പോഴാ? 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ. ക്ലിയർ അല്ലേ? ഇതാണ് ക്യൂൻ വിക്ടോറിയ ആദ്യമായിട്ട് പറഞ്ഞ കാര്യം. ഈ കാര്യം ഓക്കെയാണോ? അതെ. രണ്ടാമതായിട്ട് പറഞ്ഞ കാര്യം, ഇന്ത്യയിലെ നാട്ടുരാജ്യക്കന്മാർക്ക് ഓക്കെ അവരുടെ അവകാശം നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചു കൊടുക്കും. എന്ന് വെച്ചാൽ അവർ ഫ്രീ ആക്കുമോ? ഇല്ല. അവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അല്ലേ? അതിനല്ലേ അവർ പ്രധാനമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്? അല്ല മക്കളെ. ഓക്കെ. റാണി ലക്ഷ്മിബായി ആയാലും താന്തിയ തോപ്പി ആയാലും ഓക്കെ അല്ലേ, എല്ലാവരും എന്തിനു വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്? ഈ ഡോക്ട്രിൻ ഓഫ് ലാപ്സിനെതിരെ എല്ലാവർക്കുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. അവരുടെ സ്ഥലം അവർക്ക് വേണം വേണ്ടല്ലേ? അവിടെ സ്ഥലം അവർക്ക് കിട്ടും. ഓക്കെ. പക്ഷേ രാജ്ഞി ആരായിരിക്കും? ബ്രിട്ടൻ തന്നെ ആയിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക? എൻ്റെ അധികാരം അംഗീകരിക്കുക. ഓക്കെ. ഞാൻ നിങ്ങൾക്ക് എന്ത് തരും? നിങ്ങളുടെ സ്ഥലം തരും. ക്ലിയർ? ഇനി മുതൽ ഞങ്ങൾ റിലീജിയസ് മാറ്റേഴ്സിൽ ഇന്റർഫിയർ ചെയ്യില്ല. ഓക്കെ അല്ലേ? അതല്ലേ നമ്മൾ പഠിച്ചത്? 1600 അവർ വന്നു, 1813 ഇന്റർഫിയർ ചെയ്യാൻ തുടങ്ങി, 1857 ഇന്റർഫിയറൻസ് നിർത്തി. ഓക്കെ. അത് നിർത്തിയത് ആരുടെ പ്രൊക്ലമേഷനിലൂടെയാ? ക്യൂൻ വിക്ടോറിയയുടെ പ്രൊക്ലമേഷനിലൂടെ. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ? നവംബർ 1, 1858. ഈ പ്രൊക്ലമേഷന് ശേഷം ഉണ്ടായ ആക്ടിന്റെ പേരാണെന്ത്? ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858.
ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇത്രയും കാര്യം രണ്ടാണല്ലോ. ഓക്കെ, അപ്പൊ ദാ പിടിച്ചോ PYQ. വാട്ട് വേഴ്സ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്യൂൻ വിക്ടോറിയാസ് പ്രൊക്ലമേഷൻ 1858? ഒന്ന്, ടു ഡിസ്ക്ലെയിം എനി ഇന്റൻഷൻ ടു അനക്സ് ഇന്ത്യൻ സ്റ്റേറ്റ്. 2, to place the administration under British crown. 3, to regulate East India Company's trade with India. ഓക്കെ, 1, 2, ആകെ 3 കാര്യം പറഞ്ഞിട്ടുള്ളൂ. എന്തായിരിക്കും? 1, ഇന്ത്യയുടെ രാജ്യം ഞാനാണ്, ബ്രിട്ടീഷ് ക്രൗൺ സോവർണിറ്റി. 2, ഇന്ത്യൻ പ്രിൻസിന്റെ, ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ അവകാശങ്ങൾ എന്ത് ചെയ്യും? അംഗീകരിക്കും എന്നല്ലേ പറഞ്ഞത്? അതെ. ഇനി ഞങ്ങൾക്ക് ഡോക്ടർ ഓഫ് ലാബ്സ് വേണ്ട എന്നല്ലേ പറഞ്ഞത്? അതെ. ടു ഡിസ്ക്ലൈം എനി ഇന്റൻഷൻ ടു അനക്സ് ഇന്ത്യൻ സ്റ്റേറ്റ്, കറക്റ്റ് അല്ലേ? അതെ. നമ്പർ 2, ടു പ്ലേസ് ദ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ അണ്ടർ ബ്രിട്ടീഷ് ക്രൗൺ, ആണല്ലോ. ബ്രിട്ടീഷ് ക്രൗണിന്റെ താഴെ ആയിരിക്കും ഉണ്ടാവുക ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവുക അല്ലേ? ടു റെഗുലേറ്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ട്രേഡ് വിത്ത് ഇന്ത്യ, ഇതൊക്കെ പണ്ടേ കഴിഞ്ഞ്, ട്രേഡ് ഒക്കെ പണ്ടേ കഴിഞ്ഞ്, ചൈനയായിട്ടുള്ള ട്രേഡ് ഒക്കെ എന്ത് ചെയ്തു? കഴിഞ്ഞു. ഓക്കെ അല്ലേ? അത് നമ്മൾ 1833 നോക്കി. റെഗുലേഷൻ അപ്പൊ നടന്ന് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1884 തന്നെ റെഗുലേഷൻ നടന്നു കഴിഞ്ഞ് ട്രേഡ്. ഓക്കെ അല്ലേ? അല്ലേ? കറക്റ്റ് അല്ലേ? ഡൺ അല്ലേ? അതൊക്കെ അപ്പോഴേ നടന്ന്. ഇപ്പൊ മനസ്സിലായി എന്തിനാ ഓർഡറിൽ പഠിച്ചെന്നുള്ളത്? അതെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ 3 എന്താണ്? തെറ്റാണ്. അപ്പൊ ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ എ 1, 2 ശരിയാണ്. ഹിസ്റ്ററി ഒരു കഥയാണ് മക്കളെ, കഥ പോലെ പഠിക്കുക എന്ത് ചെയ്യും? കാര്യങ്ങൾ നടക്കും. ഓക്കെ അല്ലേ? അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാമോന്ന കാര്യം, 1857 എന്താണ് പ്ലേസസും ലീഡേഴ്സും? 1, ഡൽഹി, ജനറൽ ഭക്ത് ഖാൻ ബഹദൂർ ഷാ സഫർ. എന്തിനാ അവർ യുദ്ധം ചെയ്യുന്നത്? അവിടെ സ്ഥലം അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. കാൺപൂർ, നാനാ സാഹിബ് താന്തിയ തോപ്പി അസിമുള്ള ഖാൻ. എന്തിനാ അവർ യുദ്ധം ചെയ്യാൻ പോകുന്നത്? അവിടെ സ്ഥലം അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ലക്നൗ, ആഗ്ര, അവധ്, അയോധ്യ, ബീഗം, അസത് മകൾ. എന്തിനാ അവർ യുദ്ധം ചെയ്യാൻ പോണത്? അവിടെ മോൻ എന്ത് ചെയ്തു? അവതൊന്ന് പുറത്താക്കി. ഈ സ്ഥലം എന്ത് ചെയ്യണം? അവർക്ക് കിട്ടണം. ബറേലി, ലോഹ്രിഗൺ, ഖാൻ ബഹദൂർ ഖാൻ. എന്തിനാ യുദ്ധം ചെയ്യുന്ന? ആക്ച്വലി ഈ എന്താ പറയാ, ഇസ്ലാമിക് റൂളിൽ എന്ത് ചെയ്തു? അവർ ഇടപെട്ട് എന്ത് ചെയ്യണം? ഇന്ത്യക്കാരെ റിലീജിയസ് ആക്ടിവിറ്റി എന്ത് ചെയ്യണം? ഫ്രീ ആക്കണം. ബീഹാർ, ജഗസ്പൂർ, ആർജ, കുൻവർ സിംഗ്. എന്തിനാ ഇടപെടുന്നത്? ആക്ച്വലി എന്തിനാ യുദ്ധം ചെയ്യുന്നത്? അവരുടെ സ്ഥലം അവർക്ക് വേണം. ഫൈസിയാബാദ്, മൗലവി അഹമ്മദുള്ള. എന്തിനാ യുദ്ധം ചെയ്യുന്നത്? ബ്രിട്ടീഷുകാര് റിലീജിയസ് ആക്ടിവിറ്റിയിൽ ഇന്റർഫിയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ അല്ലെ? ഝാൻസി, റാണി ലക്ഷ്മിബായ്. എന്തിനാ യുദ്ധം ചെയ്യുന്നത്? തന്റെ വളർത്തുപുത്രൻ എന്ത് ചെയ്യണം? ഝാൻസിയിലെ രാജാവാക്കണം. മീററ്റ്, ധൻസിംഗ്, ഷാമഹൽ, കദം സിംഗ്. എന്തിനാ യുദ്ധം ചെയ്യുന്നത്? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായേണ്ട. എന്തിനാ അവർ ചെയ്യുന്നത്? സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട്. അലഹബാദ്, മൗലവി ലിയാഖത്ത് അലി. എന്തിനാ യുദ്ധം ചെയ്യുന്നത്? റിലീജിയസ് പോളിസിയിൽ ഇന്റർഫിയർ ചെയ്തു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓർഡർ കിട്ടിയില്ലേ? കിട്ടി. മധുരയില് രാജാ ദേവി ഭഗത് സിംഗ്, കദം സിംഗ്. എന്തിനാ യുദ്ധം ചെയ്യുന്നത്? പറഞ്ഞു. ഗോളിയാർ, റാണി ലക്ഷ്മിബായ് താന്തിയ തോപ്പി. എന്തിനാ യുദ്ധം ചെയ്യുന്നത്? കോട്ട. ലാലാ ജയദയാൾ മെഹ്റാബ് സിംഗ്. എന്തിനാ യുദ്ധം ചെയ്യുന്നത്? ഹരിയാന. റാവു തുലാറാം. എന്തിനാ യുദ്ധം ചെയ്യുന്നത്? ആസാം. ദിവാൻ മണിറാം ദത്ത്. എന്തിനാ യുദ്ധം ചെയ്യുന്നത്? എന്നോട് പറയണേ എവിടെയെന്ന് വെച്ചാ ബൗറോഡ് പർഗാന. ഷാമാൾ. എന്തിനാ യുദ്ധം ചെയ്യുന്നത്? മാൻസബ്ദൂർ, ഫിറോസ് ഷാ. എന്തിനാ യുദ്ധം ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഐഡിയ കിട്ടി. അങ്ങനെയാണെങ്കിൽ ബഹദൂർ ഷാ എവിടെയായിരുന്നു മക്കൾ നമ്മൾ പഠിച്ചത്? ഡൽഹിയില്. 1 സി. ഷാമാൾ ദാ എവിടെയുണ്ട്? ഷാമാൾ എവിടെയാ പഠിച്ചത്? ബറോട്ട് പർഗാന. ഓക്കെ അല്ലെ? അപ്പൊ ബറോട്ട് ഉണ്ട്. 2 ഡി. മൗലവി അഹമ്മദുള്ള. ഇവിടെ കണ്ടല്ലേ? മൗലവി അഹമ്മദുള്ള എവിടെ നമ്മൾ പഠിച്ചത്? ഇത് അവിടെ ഉണ്ട്. എവിടെയാണ്? ഫൈസാബാദ് അല്ലെ? ബീഗം ഹസ്രത് മകൾ എവിടെയൊക്കെ ഉണ്ട്? ലക്നൗ, ആഗ്ര, അവധ്, അയോധ്യ. ഇത്രയും സ്ഥലങ്ങളിലില്ലേ? അപ്പൊ അവിടെ ഏതാ ഉള്ളത്? ലക്നൗ. അങ്ങനെ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി ആണ്. അപ്പൊ ബ്രിട്ടീഷ് ക്യൂൻ, ഈ ബ്രിട്ടീഷുകാർ പറഞ്ഞ കറക്റ്റ് അല്ലേ? ഇന്ത്യൻ പ്രിൻസസിന്റെ അവകാശം എന്ത് ചെയ്യും? ഞങ്ങൾ സംരക്ഷിക്കും. ഡോക്ടർ ഓഫ് ലാബ്സ് ഇല്ല. ഇനി ഞങ്ങൾ എന്ത് ചെയ്യില്ല? റിലീജിയസ് മാറ്റേഴ്സ് ഇന്റർഫിയർ ചെയ്യില്ല. പ്രശ്നം സോൾവ് ആയ? ഓക്കെ, എന്റെ ചോദ്യം, പ്രശ്നം സോൾവ് ആയി. ഓക്കെ, പ്രശ്നമില്ല. ഇനി പ്രശ്നമൊന്നുമില്ല. എല്ലാം എന്തായി? സോൾവ് ആയി. ഇനി പൊളിറ്റിക്കലി ഇത് ചെയ്താലും എന്താണ്, ഫാർമേഴ്സിന് ഇത് ചെയ്താലും ഒന്നും എന്ത് ചെയ്യാൻ പോകുന്നില്ല, യുദ്ധം ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിട്ടില്ല? ബ്രിട്ടീഷുകാർ റിലീജിയസ് ഇന്റർഫിയറൻസ് ചെയ്തിട്ടില്ല. അപ്പൊ ആര് ശരിയായി? വാറൺ ഹേസ്റ്റിങ്സ് ശരിയായി. ഇത്രയും കാര്യമല്ലേ ഉള്ളൂ. എല്ലാം കിട്ടണ്ട. ഓക്കെ, ഇത്ര ഞാൻ പഠിപ്പിച്ചതിന്റെ റിവിഷൻ ആണ് നടക്കാൻ പോകുന്നത്, വേറെ ഒന്നുമില്ല. ക്ലിയർ അല്ലേ? അതെ. ഓക്കെ, ഡൺ ആണ്. ഓക്കെ, ആ കാര്യമെല്ലാം ഓക്കെയാണ്. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഗവർണർ ജനറലിന്റെ പേര് മാറ്റി എന്താക്കി? വൈസ്രോയ് ആക്കി. അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട്, ഗവർണർ ജനറൽ തങ്കപ്പനാണെങ്കിൽ വൈസ്രോയ് പൊന്നപ്പനാണെങ്കിൽ പൊന്നപ്പൻ തന്നെയാണോ തങ്കപ്പൻ? അതെ. അപ്പൊ ഗവർണർ ജനറൽ വൈസ്രോയ് സെയിം തന്നെയാണ്. പുതിയൊരു ആക്ട് വന്നിരിക്കുകയല്ലേ, അപ്പൊ എന്ത് ചെയ്തു? പേര് മാറ്റി. ഓക്കെ, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു?
ഒരു പോസ്റ്റ് ഉണ്ടാക്കി. എന്റെ ചോദ്യം, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് നമ്മൾ ആദ്യമായിട്ടാണോ നമ്മൾ ഈ ക്ലാസ് കാണുന്നത്? അല്ല, നമ്മുടെ ബോർഡ് ഓഫ് കൺട്രോൾ ഉണ്ട്, അതിന്റെ ഹെഡ് ആരാ? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ്. പക്ഷെ ഇവിടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെ പിന്നിൽ ഒരു വാലുണ്ട്. എന്ത് വാലാ ഉള്ളത്? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു വാലുണ്ട്. ഇല്ലേ? കറക്റ്റ് അല്ലേ? അതെ, അതാണ് കേട്ടോ വ്യത്യാസം. വെറും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണെങ്കിൽ എവിടെ പറയണം? നമ്മുടെ ബോർഡ് ഓഫ് കൺട്രോൾ ഉണ്ട്, പിറ്റ്സ് ഇന്ത്യ ആക്ട് ഉണ്ട് 1784. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആണെങ്കിൽ എന്ത് ചെയ്യണം? ആക്ച്വലി നമുക്ക് എന്തുണ്ട്? ഒരാളുണ്ട്. എവിടെയുണ്ട്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം? ആലോചിച്ച് ചെയ്യണം. ക്ലിയർ അല്ലേ? അതെ. അപ്പൊ എന്റെ ചോദ്യം, വൈസ്രോയ്ക്ക് എത്ര പേരാ ഉള്ളത്? 14 പേര്. ആ കൗൺസിലിന്റെ പേരെന്താ? എക്സിക്യൂട്ടീവ് കൗൺസിൽ. അപ്പൊ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനും മെമ്പർ കൗൺസിൽ വേണം. ആ മെമ്പർ കൗൺസിലിന്റെ പേരെന്താ? മെമ്പർ കൗൺസിൽ ഓഫ് ഇന്ത്യ. എത്ര പേരുണ്ട്? 15 പേരുണ്ട്. ഓക്കെ അല്ലേ? ഈ മെമ്പർ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് എന്ത് ചെയ്യാവുന്നതാണ്? എന്താ പറയാ, അഡ്വൈസ് ചെയ്യാവുന്നതാണ്. പക്ഷെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് പറഞ്ഞതാണ് ഏറ്റവും അവസാനം. അതെ. ഓക്കെ. അപ്പൊ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉണ്ട്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇന്ത്യക്കാർ ഭരിക്കുന്നതാണോ? അല്ലാട്ടാ. ഓക്കെ അല്ലേ? ഇന്ത്യയിൽ ഒരു വൈസ്രോയ് ഉണ്ട്, വൈസ്രോയുടെ താഴെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ട്, അതിന്റെ താഴെ എന്തുണ്ട്? പ്രൊവിൻഷ്യൽ കൗൺസിൽ ഉണ്ട്, അല്ലെങ്കിൽ എന്ത് വിളിക്കും? ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ട്. നമ്മൾ പഠിച്ചല്ലേ? ഈ ഒരു ഘടകമില്ലേ, ഇതിന്റെ പോയിന്റ് ഓഫ് കോണ്ടാക്ട്, അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ച ആരെ കിട്ടും? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ കിട്ടും. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിളിച്ച ആരെ കിട്ടും? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് കിട്ടും. അപ്പൊ ബ്രിട്ടീഷ് പാർലമെന്റിന്റെയും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെയും ബ്രിട്ടീഷ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷന്റെയും ഇടയിലുള്ള പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആരാ? നമ്മുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ്. ഈ കാര്യമൊക്കെ അല്ലേ? അതെ. പുള്ളിക്ക് എന്തെങ്കിലും സീക്രട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കൗൺസിലിനോട് പറയാതെ ആരോട് പറയാം? ഇന്ത്യയിലേക്ക് വിളിച്ചു പറയാവുന്നതാണ്. കറക്റ്റ് അല്ലേ? അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്റിനോട് പറയാവുന്നതാണ്. ഈ 88 ആക്ട് പ്രകാരം ഉണ്ടായിട്ടുള്ള പുതിയ വൈസ്രോയുടെ പേരാണ് ലോർഡ് കാനിങ്. ഓക്കെ അല്ലേ? ഈ 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ബോർഡ് ഓഫ് കൺട്രോളും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്തു? അവസാനിപ്പിച്ചു. അപ്പൊ പറഞ്ഞോ ബോർഡ് ഓഫ് കൺട്രോളും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും വന്ന ഏത് ആക്ടിലൂടെയാ? 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് അല്ലേ? അതിനെ വിളിക്കുന്ന പേരാണ് ഡബിൾ ഗവൺമെന്റ് സിസ്റ്റം അല്ലേ? ഡബിൾ ഗവൺമെന്റ് സിസ്റ്റം ഇല്ലാതായത് എപ്പോഴാ? 1858. ഡബിൾ ഗവൺമെന്റ് സിസ്റ്റവും ഡയറാർക്കി എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ഭരിക്കാൻ വേണ്ടി രണ്ട് ഘടകങ്ങൾ. അത് രണ്ടും സെയിം ആണോ? അല്ല. ഓക്കെ അല്ലേ? അപ്പൊ ഡബിൾ ഗവൺമെന്റ് സിസ്റ്റം എപ്പോ കഴിഞ്ഞു? 1858 കഴിഞ്ഞില്ലേ? ഓക്കെ അല്ലേ? അപ്പോ എഡ്യൂക്കേറ്റഡ് ക്ലാസ് ഇവരെ സപ്പോർട്ട് ചെയ്തില്ലേ? അവർക്ക് എന്ത് കൊടുക്കുക? ഇന്ത്യൻ സിവിൽ സർവീസ് കൊടുക്കുക. അതെന്താവണം? ഓപ്പൺ ആയിരിക്കണം. എല്ലാവർക്കും എന്ത് ചെയ്യണം? കോമ്പറ്റേറ്റ് ചെയ്യാൻ പറ്റണം. ഒരു കാര്യം പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? അതെ. അപ്പോ ബ്രിട്ടീഷുകാർ കൊടുത്ത പാലമാണ് എന്ത്? ഇനി മുതൽ ഇന്ത്യൻ സിവിൽ സർവീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവർക്കും കോമ്പറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ പവർ എന്ത് ചെയ്ത്? എക്സ്പാൻഡ് ചെയ്തു. ഓക്കെ. അപ്പൊ കോൺഗ്രസ് ആദ്യം ചോദിക്കുന്നത് എവിടേക്കാണ്? ലെജിസ്ലേറ്റീവ് കൗൺസിലേക്കാണ്. അപ്പൊ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ പവർ എക്സ്പാൻഡ് ചെയ്ത് ഏത് ആക്ടിലൂടെയാ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. കോൺഗ്രസ് ആദ്യം ചോദിക്കുന്നത് എന്താ? ഞങ്ങൾക്ക് എവിടെ പ്രാതിനിധ്യം വേണം? പാർട്ടിസിപ്പേഷൻ എവിടെ വേണം? ലെജിസ്ലേറ്റീവ് കൗൺസിൽ വേണം. എല്ലാം എന്താ പറയാ, കണക്ട് ആവുന്നുണ്ടാ? അതൊരു കഥയാണ് കേട്ടാ. കഥ മനസ്സിലാക്കി എന്തുണ്ടാവും? എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? ഓക്കെ അല്ലേ? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ അല്ലേ? എന്ത് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ത് ചെയ്യണം? പ്രൊവിൻഷ്യൽ ലെവൽ ഉണ്ടാക്കണം. കോൺഗ്രസ് പറഞ്ഞല്ലേ? ഓക്കെ അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് പ്രവിശ്യ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? എന്താ പ്രവിശ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ നേരിട്ട് വിളിക്കുന്ന സ്ഥലം. എത്ര പ്രവിശ്യ ഉണ്ട്? 3. പറഞ്ഞോ ഏതൊക്കെയാണുള്ളത്? ഒന്ന് ബംഗാൾ, അടുത്ത ഏതാ? എന്താ പറയാ, മദ്രാസ്, പിന്നെന്താ? ബോംബെ. നമ്മൾ ഏതിന്റെ ചിത്രമാണ് നമ്മൾ കണ്ടത്? നമ്മൾ കണ്ട ചിത്രം ഏതിന്റെ ആയിരുന്നു? ഓക്കെ അല്ലേ? എന്ത്? ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ ബംഗാളില്. കറക്റ്റ് അല്ലേ? ഓക്കെ. ഇതില് ഒഫീഷ്യൽ ആളുകളുണ്ട്, നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സും ഉണ്ടായിരിക്കണം. പക്ഷെ ഇന്ത്യൻ റെപ്രസെന്റേഷൻ എന്തായിരുന്നു? കുറവായിരുന്നു. ബ്രിട്ടീഷുകാരുടെ റെപ്രസെന്റേഷൻ എന്തായിരുന്നു? കൂടുതലായിരുന്നു. നിങ്ങൾ തന്നെ പറ. ഓക്കെ അല്ലേ? പറ. എന്ത് പറയണം സാറേ? അതായത് ബ്രിട്ടീഷ് ഓഫീസർ കൂടുതലല്ലേ, ഇന്ത്യക്കാർ കുറവല്ലേ? അപ്പൊ ഇന്ത്യക്കാർക്ക് എന്താ വേണ്ടത്? ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ പ്രാതിനിധ്യം. അതാരാ ചോദിക്കുക? കോൺഗ്രസ് ആണ് ചോദിക്കുക. ഫാന്റാസ്റ്റിക്. എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി. ക്ലിയർ അല്ലേ? അതെ. ഓക്കെ. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യൻ ആർമി എന്തായി? ബ്രിട്ടീഷ് രാജാവിന്റെ കീഴിലാക്കി. പക്ഷെ കമാൻഡർ ഇൻ ചീഫ് ആരുടെ സബോർഡിനേറ്റ് ആയിരിക്കും? വൈസ്രോയുടെ സബോർഡിനേറ്റ് ആയിരിക്കും. ഓക്കെ. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾക്ക് ഒരു 560 പേരുണ്ടായിരുന്നു.
ഓക്കെ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അവിടെ റൂൾ ചെയ്യാവുന്നതാണ്. പക്ഷേ അവരെന്ത് ചെയ്യണം, ബ്രിട്ടീഷുകാരുടെ ഭരണം ആക്സെപ്റ്റ് ചെയ്യണം. അത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരവിടെ ഒരാളെ വെക്കണം, ഒരു ഉദ്യോഗസ്ഥനെ. അദ്ദേഹത്തിന്റെ പേരാണ് റെസിഡന്റ്. ചില സമയം നമ്മൾ അവരെ റെസിഡന്റ് ദിവാൻ എന്ന് വിളിക്കും. അങ്ങനെ ഒരു സംഭവം വെക്കണം. ഇതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 സിഗ്നിഫിക്കൻസ്? ഒന്ന്, ഡയറക്റ്റ് ബ്രിട്ടീഷ് റൂളായി. ബ്രിട്ടീഷ് പാർലമെന്റ്, ബ്രിട്ടീഷ് രാജാവ് ക്രൗൺ ആണ് ഭരിക്കുന്നത്. കമ്പനി റൂളിന്റെ എൻഡായി ഒഫീഷ്യലി. ഓക്കെ അല്ലേ? ഇനി വരാൻ പോകുന്ന റിഫോംസിന് 1891 1909 1919 1935 ഇങ്ങനെയുള്ള ആക്ടിനെല്ലാം എന്തായി, ഒരു കാരണമായിട്ട് എന്ത് മാറി, 1858 ആക്ട് മാറി. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഓരോ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാം. ഓക്കെ, which of the following was the result of revolt of 1857? British Parliament passed Better Government of India Act. അല്ലേ? ഓക്കെ അല്ലേ? ബ്രിട്ടീഷ് പാർലമെന്റ്, എല്ലാ ആക്ടും ബ്രിട്ടീഷ് പാർലമെന്റിനെ പാസ് ചെയ്യാൻ പോണത്. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് മാത്രമല്ല, അതിന്റെ വേറെ പേരാണ് എന്ത്, ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അത് ഇന്ത്യക്കാർക്കാണ്. എല്ലാ മക്കളെ, ഇംഗ്ലണ്ടിൽ എന്ത് ചെയ്യുക, ആളുകളെ വൈസ്രോയ്, എക്സിക്യൂട്ടീവ് കൗൺസിൽ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ, പ്രൊവിൻഷ്യൽ കൗൺസിൽ അതൊക്കെ ഉണ്ടാക്കുക. അതാണ് ബെറ്റർ ഗവൺമെന്റ്. അതായത് ഇന്ത്യക്കാർക്ക് ഒരു തേങ്ങി നടക്കാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? നമ്പർ 2, ദ റൂൾ ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എൻഡഡ് ആണല്ലോ ഒഫീഷ്യലി. അതിനു മുമ്പേ എന്തായി, അതിനു മുമ്പേ എന്തായി നമുക്കറിയാം, നമ്മൾ ബുദ്ധിമാന്മാരാണ്. ഓക്കെ അല്ലേ? ആൻഡ് ഇന്ത്യ വാസ് ടേക്കൺ ഓവർ ബൈ ബ്രിട്ടീഷ് ക്രൗൺ. അല്ലേ? കറക്റ്റ്. ദ ഓഫീസ് ഓഫ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന് അവർ കൃത്യമായി എഴുതിയിട്ടുണ്ട്. വെറും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് നമുക്ക് എന്ത് നോക്കായിരുന്നു, നമുക്ക് അവിടെ ഉണ്ട് എന്ത്, ബോർഡ് ഓഫ് കൺട്രോളർ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഉണ്ട്. അതല്ല, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തു. ഇല്ലേ? നമ്പർ 4, കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ ആൻഡ് ഡയറാർക്കി വാസ് ഇൻട്രൊഡ്യൂസ്. അതില്ല. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ശരി? 1, 2, 3 ആണ് ശരി. 1, 2, 3 ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ആണ്. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത്, കമ്മ്യൂണൽ റെപ്രസെന്റേഷനും ഡയറാർക്കിയും വന്നത് 1919 ആക്ടും 1909 ആക്ടിലൂടെയാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് ഇതിന്റെ പാർട്ട് 3 പഠിക്കാം. ഓക്കെ, അപ്പൊ വേണ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. ഈ 2 കാര്യങ്ങൾ നമുക്ക് എപ്പോൾ പഠിക്കാം? പാർട്ട് 3 പഠിക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ നിർത്താൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്പെടുമെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഇനി എന്തൊക്കെ ക്ലാസ്സാണ് വേണ്ടതെന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. അതേപോലെ ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പൊ ഇതേപോലെ ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.